ലോകം നിർമ്മിച്ചത് വിവരമുള്ള ഒരാളല്ല. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമല്ലേ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്ക്. അതെ തീർച്ചയായിട്ടും. അമ്മായിയപ്പനും മരുമോനും തമ്മിലുള്ള വഴക്ക് ഇയാൾ കേട്ടിട്ടുണ്ട്? ഇല്ല, വളരെ കുറവാണ്. അവര് തമ്മിൽ ജീവിച്ചിട്ടില്ല, ഒരു ദിവസം പോലും ഒന്നിച്ച് താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ വഴക്കില്ല. പക്ഷേ അവർ ഒന്നിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട്, ഒരു എന്റർപ്രൈസ് ചെയ്യാനായിട്ടൊന്ന് മാറും. അമ്മായിപ്പം ഭരിക്കും. സ്കൂളിൽ പോകുമ്പം നൂറുകണക്കിന് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അറിവ് കിട്ടുക ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സമൂഹ രൂപീകരണത്തിന് വേണ്ടിയാണ് ഈ സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നത്. ഞാനൊരു ദൈവവിശ്വാസം. ജനിക്കുന്നതിന് മുമ്പ് താനുണ്ടോ? ആദം ഹൗവ. ഈ പണി ഈ ദൈവം അങ്ങ് നിർത്തിക്കളഞ്ഞതിനാ? അല്ല, മനുഷ്യനിലൂടെ അല്ലേ? എന്ത് കാരണം കൊണ്ടാണ്? പക്ഷെ അതിന്റെ ഒരു ഇയാൾ ഇപ്പൊ ഇവിടെ ഇരിക്കുകയല്ലേ, ഇയാൾ ഈ അമ്മ അച്ഛനെ എന്താ നോക്കാത്തത്? അത് ഓക്കെ. അപ്പൊ പിന്നെ അതെന്താ ഓക്കെ ആകുന്നത്? ഈ ക്യാമറ ഒരാൾ സൃഷ്ടിച്ചോണ്ടല്ലേ സാർ അതിരിക്കുന്നത് ഇവിടെ? അല്ല, ഇയാൾ ഈ എം ടി വാസുനാരുടെ ഒക്കെ കഥ വായിച്ചിട്ടാണ് ഇങ്ങനെ ആയി പോകുന്നത്. എല്ലാം തികഞ്ഞ ആരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അന്ത്യപ്രവാചനം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാതാണ്. 1700 വർഷം മുമ്പ് മുഹമ്മദിന്റെ അച്ഛൻ ഈ സാധനം അറിയാതെ പോയില്ലേ? ഇത്ര മര്യാദ കേട്ട പണിയാണ്. അതിനു മുമ്പും പ്രവാചകരുണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് പ്രവാചകരുണ്ടായിട്ട് പിന്നെ പുതിയതായിട്ട് ഇയാൾ എന്തിനാ പറയാൻ വരുന്നത്? എന്നെ ബോധ്യമാക്കാൻ പോലും ഇയാൾക്ക് പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഫിർഔൻ എന്ന് പറയുന്ന ഒരു വ്യക്തി? ഫിറോവ് എന്ന് പറയുന്നത് ഫെറോവയാണ്. തോറ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് അതിനകത്ത് വായിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഗിൽഗമേഷ്. അതൊക്കെ അത് കറക്റ്റ്. അല്ല, അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം കഴിഞ്ഞ് ഇയാളിപ്പോ എന്നോട് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇയാൾ പറയുന്നില്ലേ നിക്ക് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയത്തില്ലേ? അതാണ് ശ്വാസമുട്ടലെന്ന്. മുഹമ്മദ് നബി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അദ്ദേഹം എഴുതിയിട്ടുമില്ല. ഈ പറയുന്ന ഒരു സാധനവും ശാസ്ത്രീയമായിട്ടില്ല. ഈ തന്നെ ഈ കഥ പഠിപ്പിച്ചവരുണ്ടാക്കി യൂട്യൂബിനകത്ത് തന്നെ കിട്ടത്തുള്ളൂ. സർവ്വം തികഞ്ഞ ഒരുത്തനുണ്ട്, അറേബ്യയിലുണ്ട്, അവനെ പറയുന്നത് ഞാൻ കേൾക്കണമെന്ന് ഇയാൾ ഇപ്പൊ പറഞ്ഞിട്ടിരുന്നേ. അല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഖുർആനിൽ എങ്ങനെ വന്നു? ഏത് കഴുത ആ കാലത്തുള്ളവനും എഴുതാം. അത്രേ ഉള്ളൂ. ഏത് ഗ്രന്ഥമാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ല അല്ലെങ്കിൽ നിന്റെ അപ്പുറത്ത് നിൽക്കുന്നവനെ അടിച്ചു കൂട്ട് എന്ന് പറയുന്ന ഈ മുഴുവൻ? അപ്പൊ ഇതൊക്കെ നല്ലതല്ലേ? ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഖുർആനിലോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കൊന്നവനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലുന്നതിനെ പറ്റി ആലോചിച്ചുകൂടെ? ഏത് നായിന്റെ മോനെ ദൈവമായാലും ഞാൻ അടിക്കുവനെ. അതിന്റെ റീസൺ ഇതാ, വിവരം കെട്ട ദൈവമാണ്, നീതിയില്ലാത്ത ദൈവമാണ്, കള്ളനും ചതിയനുമാണ്. വിജയിച്ചവനെല്ലാം മണ്ടന്മാരാണോ? മമ്മൂട്ടി മോലെല്ലാം മണ്ടന്മാരാണ്. ഈ മുഴുവൻ ആൾക്കാരെ ആഹരിച്ചവന്മാരാകുമാർ. മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും മറ്റുള്ളവരുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നവരാണ്, മര്യാദ കെട്ടവരാണ്. ആന്ധ്രയിൽ ഇരിക്കുന്നവൻ അരി ഉണ്ടാക്കിയത് കൊണ്ടാണ് താൻ ഇവിടെ ഇരുന്ന് കിട്ടുന്നത്. ഞാൻ വിജയിച്ച ആളാണെങ്കിൽ തനിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിങ്ങാഡ്സൺ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ മീഡിയ ഒറിജിനൽസ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നിലപാടുകളും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. മറ്റാരുമല്ല, മലയാളികളുടെ സ്വന്തം മൈത്രേൻ സാറാണ്. സാർ നമസ്കാരം, സ്വാഗതം. സാർ, അത് തന്നെയല്ലേ എൻ്റെ ഒരു യാഥാർത്ഥ്യവും? ഈ സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ, അഭിമുഖങ്ങളൊന്നും ആരെങ്കിലും നമ്മളെക്കാൾ കേമനാണെന്ന് കാണിക്കാനുള്ളതൊന്നും അല്ലല്ലോ. അത് ഈ നമ്മൾ വ്യക്തിഗതമായ വിഷയങ്ങളെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ സാമൂഹികമായ വിജയിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അംഗീകാരം തേടുന്ന മനുഷ്യരുടെ ലോകത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, അത് മറ്റുള്ളവരുടെ അടുത്ത് അറിയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ വന്നിരുന്ന് സംസാരിക്കുക, പറയുക എന്നുള്ളതാണ് സത്യത്തിൽ വേണ്ടത്. അപ്പം അറിയാനായിട്ട് ചോദ്യം ചോദിക്കുന്ന സമയത്താണ് പറയുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. മറ്റേതങ്ങനല്ല. ഈ അയാൾ പറയുന്ന കാര്യം തെറ്റാണെന്ന് അയാളോട് പറഞ്ഞ് അയാളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു യുക്തിക്കകത്താണ് ഈ സാധാരണ ഈ ഡിബേറ്റുകൾ എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറയാനായിട്ടാണെങ്കിൽ പരസ്പരം നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കുന്നതാണ് അറിവ്. നല്ല ചോദ്യം ചോദിക്കാൻ അറിയുന്ന ആൾ അതിന് ഉത്തരം പറയുന്ന സമയത്ത് കൂടുതൽ അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള ചോദ്യം ഞാൻ അറിവുള്ള ഒരാൾ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്ന ആൾ. അല്ലെ, അത് അറിയാൻ ചോദിക്കുന്നു എന്ന് പറയുമ്പോഴും അറിവ് അയാൾക്കുണ്ട്. അയാൾ ചില മേഖലയ്ക്കകത്ത് ചിലപ്പം അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. അവിടേക്ക് നമുക്കൊന്ന് മുഖം തിരിക്കാം എന്ന് പറയുന്ന കാര്യമായിരിക്കും മറ്റേയാൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാളിൽ മുഴുവനും കൂടെ അറിവിരിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു കാര്യം അയാൾക്ക് മാത്രം അറിയാമോ ആരുമില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു പ്രപഞ്ചമോ അങ്ങനെ ഒന്നും ഇല്ല. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. അപ്പോൾ അങ്ങനെ മാറുന്ന പ്രപഞ്ചമായത് കാരണം കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം ഞാനിരുന്ന് പറയുന്ന കാര്യങ്ങളിനകത്തെ ഒരു വശം എനിക്ക് കാണാൻ കഴിയില്ല. അത് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ സബ്ജക്റ്റും നിങ്ങൾ ഒബ്ജക്റ്റുമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ സബ്ജക്റ്റും ഞാൻ ഒബ്ജക്റ്റുമായിട്ട് കാണുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് അനുഭവത്തോടാണ് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നതെന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ എന്നെ കാണാൻ എനിക്ക് കഴിയില്ല, അപ്പോൾ അത് നിങ്ങൾക്കാണ് കഴിയുന്നത്. അപ്പം ഞാൻ പറയുന്നതായാലും ഞാൻ എൻ്റെ രൂപമായാലും ഒക്കെ നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് അതിപ്പോൾ ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേര് ചേർന്നുണ്ടാകുന്ന നമ്മൾ ഈ പണ്ട് പറയത്തില്ല പാട്ടിനകത്ത് ജുഗൽബന്ദി എന്ന് പറയുന്ന പോലെ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അറിവ്.
അറിവെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറിന് സത്യം പറഞ്ഞാൽ ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തേക്കാൾ കൂടുതൽ ഇഷ്ടം അഭിമുഖങ്ങൾ, സംസാരിക്കാൻ, കൂടുതൽ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് സാർ. നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഈ കേൾവിക്കാരായിരിക്കുന്ന മനുഷ്യർക്ക് പ്രയോജനകരമായി അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമേ മീനിങ് ഫുൾ ഉള്ളൂ. അപ്പോഴേ അതിന് അർത്ഥമുള്ളൂ. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം പോകുന്ന റൂട്ടുണ്ടല്ലോ, കൗമാരം, ബാല്യം, യൗവനം, വാർദ്ധക്യം, ഇതിനിടയിലുള്ള കുറേ കാര്യങ്ങൾ, സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം. സാറെന്ന് പറയുന്നത് എപ്പോഴും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും വിളിക്കാൻ പഠിച്ചാൽ കൊള്ളാവുന്ന ഒരു കാര്യമായിരുന്നു. ഏതാ എന്നെ പേര് വിളിക്കാൻ അല്ല, ഏതായാലും സാറിനോട് എനിക്കൊരു ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ സാറിന് വിളിക്കുന്നത്. ശരിയാണ്. ബഹുമാനം ചോദിച്ചാൽ സാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ സാർ എന്നൊക്കെ വിളി ബ്രിട്ടീഷുകാരെ അന്ന്. അതുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മൾ തുല്യരായ പൗരരാകുമ്പോൾ പരസ്പരം ബഹുമാനമുള്ളവരാകണം. അപ്പം നിങ്ങൾക്ക് എന്നോട് ബഹുമാനമുള്ളെന്ന് പറയുന്ന പോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ജുഗൽബന്ദിയാണ്, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ബഹുമാനിക്കാൻ. അതുകൊണ്ട് പറയുന്നതാണ്. വേണ്ട, ഇല്ല, അല്ല മൈത്രേയെന്ന് ഞാൻ പറയുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എത്ര വോട്ടുണ്ട്? എനിക്ക് വോട്ട് മനസ്സിലായില്ല. ഒരു വോട്ടേ ഉള്ളൂ. എനിക്ക് ഒരു വോട്ടല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. അതാണ് ഈ പറയുന്നത്, വേറെ ഒന്നല്ല ഈ പറയുന്നത്. നമ്മൾ റെസ്പെക്ട് ഉണ്ട്, നമ്മൾ പരസ്പരമാണെന്നുള്ളത്. ബഹുമാനം വേണം, പക്ഷെ നമുക്കൊരു അടിയറവ് പറയേണ്ട ഒരു കാര്യം. രണ്ടുപേരും പരസ്പരം ചേർന്നുണ്ടാക്കുന്നതാണെന്ന് പറയുമ്പോഴാണ് അതൊരു പുതിയ സംസ്കാരം ഉണ്ടാക്കുന്നതിനാണ് ഈ പണിയെല്ലാം എടുക്കുന്നത്. ഞാൻ എന്നെ നിങ്ങൾ സാറെന്ന് വിളിക്കുന്നതുണ്ടോ, അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കുന്നില്ല, ഇതൊന്നും അല്ല പറയുന്നത്. നമ്മൾ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സമൂഹ രൂപീകരണത്തിന് വേണ്ടിയാണ് ഈ സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് അത് വിളിക്കാനായിട്ട് മടിയാണെന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ ഇരിക്കാം. പക്ഷെ ഞാനത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, പേര് വിളിക്കുക എന്നുള്ളതാണ് ന്യായം. ഇനി ചോദിച്ചു, പക്ഷെ പ്രായത്തിനെ നമ്മളൊന്ന് ബഹുമാനിക്കണ്ടേ? പ്രായത്തിനെ ബഹുമാനിക്കുന്നത് നമ്മൾ വേണ്ടാന്ന് ആരും പറയുന്നില്ല. പ്രായം കൊണ്ട് പണ്ടെന്താണ് നമ്മൾ ഈ പറയുന്നത്? പ്രായം കൊണ്ട് എന്തിനാണ് നമ്മൾ ബഹുമാനിച്ചിരുന്നത്? പ്രായം കൊണ്ട് അവർക്ക് അനുഭവജ്ഞാനം നമ്മളെക്കാളും കൂടുതലുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. അല്ല, ഞാനിപ്പോൾ ചോദിക്കാം. അല്ല, പറഞ്ഞത് ഒന്ന് നോക്കാം നമുക്ക്. പ്രായം കൊണ്ട് അനുഭവജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ബഹുമാനിക്കുന്നത് എന്നുള്ളതാണല്ലോ അതിൻ്റെ ന്യായം. അതെ. ആധുനികമായിട്ടുള്ള വോട്ടിടുന്ന സിസ്റ്റം 1950 മുമ്പ് ജനിച്ചിരുന്ന ആർക്കെങ്കിലും അറിയാവോ? ഇന്ത്യയിലെ കേരളത്തിൽ 51 കേരളപ്പിറവി. ശരിയാണ്, ഒരാൾക്ക് അറിയില്ല. അതെ. അപ്പം ഇന്ത്യയിലായതുകൊണ്ട് ചിലപ്പോൾ 1947 ഒരു 47 പറഞ്ഞാലല്ല, ആ സമയത്തും ഇലക്ഷൻ അല്ലല്ലോ, നേരിട്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാത്ത ഒരു തലമുറയിലേക്ക് ഇലക്ഷൻ അറിയുന്ന തലമുറയിൽ നിന്നേ അവർക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ പ്രായം കൊണ്ട് അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന അനുഭവജ്ഞാനങ്ങളെല്ലാം തന്നെയും നേരത്തെ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്നില്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രയോജനമില്ല. ഇതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ, കൃഷിക്കാരായിട്ട് നമ്മളൊരു 10,000 വർഷത്തോളം മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഫാക്ടറിയിലെ അറിവ്, ഫാക്ടറിക്ക് ഉണ്ടാകുന്നത് ഏത് വീട്ടിൽ നിന്ന് പഠിക്കും? ഏത് അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ സ്കൂൾ തുടങ്ങിയത്. കാരണം ഇതിന് പഠിച്ചേ പറ്റും. സ്കൂളിൽ പോകുന്ന മക്കൾക്ക് അമ്മയ്ക്കും അച്ഛനും അറിയുന്ന കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ അറിയുകയും അവർക്ക് അതറിയുന്ന കാര്യങ്ങൾ അമ്മയ്ക്കും അച്ഛനും അറിഞ്ഞുകൂടാത്തതാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതാണ് ഈ പറയുന്നത്. അപ്പോൾ അനുഭവജ്ഞാനം അവർക്കുണ്ടെങ്കിലും അവരുടെ അനുഭവജ്ഞാനം കുട്ടികൾക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് അവർ പഠിക്കുന്ന ഒരു വിഷയവും അമ്മയും അച്ഛനും പഠിച്ചിട്ടില്ല. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസം വന്നിരുന്നത്. അതുകൊണ്ട് പ്രായത്തിനെ നമ്മൾ ബഹുമാനിച്ചിരുന്നു, അനുഭവജ്ഞാനം കൊണ്ട് ബഹുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെ അനുഭവജ്ഞാനം പ്രയോജനരഹിതമായ സമൂഹമായി നമ്മൾ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്ന സെൽഫോണ് വീട്ടിലെ അമ്മയുടെ അപ്പൂപ്പൻ്റെ അടുത്തൊക്കെ കൊടുത്താൽ അവർക്ക് എന്താ അനുഭവം? ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നാട് മാറിപ്പോയിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് പഴയ പോലെ അത് ബഹുമാനം വേണ്ടെന്നുള്ള ഒന്നുമല്ല ഈ പറയുന്നത്. പക്ഷെ അവർ ബഹുമാനാർഹരായിരുന്ന കാര്യങ്ങൾ ഇന്ന് പ്രയോജനരഹിതമായി പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇയാൾ പോയിട്ട് ഡോക്ടറായിട്ട് പഠിച്ചോ, എഞ്ചിനീയറായിട്ട് പഠിച്ചോ, IAS കാരനായിട്ട് പഠിച്ചോ വന്നിരിക്കുന്ന ആൾ, അയാളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി വീട്ടിൽ വിളിച്ച് ചോദിച്ചാൽ മതിയോ? ഇത്രയാണ് ഈ മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. പണ്ടുള്ളവരെല്ലാം അനുസരണയുള്ളവരും പണ്ടുള്ളവരെല്ലാം പറഞ്ഞാൽ അനുസരിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും അറിയുന്നവരായിരുന്നു. അത് തെങ്ങേലെങ്ങനെ കയറണം, തെങ്ങിന് തടവെടുക്കുന്ന അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് സ്കൂൾ വന്നിട്ട് ഒരു 200 വർഷം പോലും ആയിട്ടില്ല ലോകത്ത്. സ്കൂൾ വരുന്നത് ഫാക്ടറിക്ക് വേണ്ടി ഒരുങ്ങാനാണ്. ഫാക്ടറിയിലെ അറിവ്
ഈ കുലത്തൊഴിൽ പഠിപ്പിക്കുന്നവർക്ക് പഠിപ്പിക്കാനൊക്കത്തില്ല. ഈ കൊളോണിയൽ ആ വ്യവസ്ഥയിലായിരുന്നു അല്ലേ? അവരുടെ അല്ല, കൊളോണിയലായിട്ട് അല്ല, ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട സ്കൂളുണ്ടാകുന്നല്ലേ? നമ്മുടെ രാജ്യത്തിരിക്കുമ്പോഴാണല്ലോ കോളനി എന്ന് പറയുന്നത് യുക്തി വരുന്നത്. നിങ്ങൾ രണ്ടുപേർക്ക് എന്ത് കോളനിയാ? അതെ അതെ അതെ. അല്ല, പക്ഷെ അവരാണല്ലോ കോളനി ഉണ്ടാക്കിയവര്. അതുകൊണ്ടാണ് അവർക്ക് കോളനി എവിടെയാ? അവർക്ക് കോളനിയില്ല. അവിടെയും സ്കൂൾ തുടങ്ങിയാണ് ഈ അറിവുണ്ടാകുന്നത്. അപ്പോഴാണ് ഈ സ്കൂളിനകത്ത് പഠിച്ചു വരുന്ന മക്കളോട് അമ്മയും അച്ഛനും പറഞ്ഞാൽ അവർക്കത് ഇവർ പറയുന്ന പോലെ അല്ലെന്ന് അറിയാം. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, ഏത് തരത്തിൽ തീരുമാനം എടുക്കണം എന്ന് പറയുന്ന ഒരു അറിവും വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. അത് അവരുടെ ആരുടെയെങ്കിലും കുഴപ്പം കൊണ്ടല്ല. ലോകം മാറി പുതിയ രീതിയിൽ ഈ സ്കൂൾ സിസ്റ്റം വന്ന് കുട്ടികൾ അറിവുള്ളവരായി മാറുക. 100 കണക്കിന് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അവർ പഠിക്കുന്നത്. പുസ്തകങ്ങളെന്ന് പറഞ്ഞ മനുഷ്യരാണ്. ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എഴുതുന്നതാണ്, ഒരു മനുഷ്യനാണ്, അതൊരു പ്രായമായ ആൾ. അപ്പോൾ ഒരമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അറിവ് കിട്ടിക്കൊണ്ടിരുന്ന മക്കൾ സ്കൂളിൽ പോകുമ്പോൾ 100 കണക്കിന് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അറിവ് കിട്ടുക ചെയ്യുന്നത്. മാത്രമല്ല അത് പുതിയ അറിവാണ് കിട്ടുന്നത്. ഈ അറിവ് അതായത് ഈ ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് കിട്ടുന്ന അറിവുകളാണ് ആ വിദ്യാർത്ഥികളായിട്ട് അവിടെ ഇരിക്കുന്ന 10-60 പേര് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോഴും അറിവുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനൊപ്പമാണ് ഈ രാജ്യത്തൊന്നുമല്ല, ഈ കാലഘട്ടത്തിലും അല്ല, നമ്മളെക്കാളും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. ഞാൻ വികസിച്ച സമൂഹം നമ്മൾ പറയുന്നത് ഒരു വിഷയത്തിൻ്റെ മുകളിൽ വളരെയധികം പരിശോധന നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഉണ്ടാകുന്ന അറിവ് തന്നെയാണ് നമ്മൾ ശാസ്ത്രീയ അറിവ് എന്ന് പറയുന്നത്. ഈ അറിവുകളെല്ലാം പുസ്തകത്തിനകത്തോടെ വരും. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞാൽ ആ പരീക്ഷണം നടത്തിയവരെഴുതിയ പുസ്തകമാണ്. ഇത് അമ്മയ്ക്കും അച്ഛനും അറിയില്ല. ഇതുകൊണ്ടാണ് അമ്മയും അച്ഛനും പണ്ടത്തെ പോലെ ആളുകൾക്ക് ബഹുമാനിക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ അറിവിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല സ്വന്തമായി വരുമാനം ഉണ്ടാകുന്നവരായിട്ട് മക്കൾ ഈ ജോലി ചെയ്യുന്നവർ മാറും, പഠിക്കുന്നവർ മാറും. മറ്റേത് അമ്മയുടെ അച്ഛനെ സ്വത്തിനകത്തുനിന്ന് മാത്രമേ ജീവിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലും അവർ പറയുന്ന അനുസരിക്കണമായിരുന്നു. ഇത് അമ്മയും അച്ഛനും തരുന്ന സ്വത്ത് നിങ്ങൾ തന്നെ വെച്ചു, എനിക്ക് നിങ്ങൾ തരണ്ട എന്ന് പറയാൻ കഴിവുള്ള മക്കളുമായിട്ട് നമ്മൾ മാറിപ്പോയി. ഇതാണ് മാറ്റം. അല്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണോ സാർ കൂടുതൽ ഈ വൃദ്ധസദനങ്ങളൊക്കെ കൂടുന്നതും ഇവരോടുള്ള ഒരു അച്ഛനും അമ്മയുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധത്തിലൊക്കെ കുറവ് വരുന്നതൊക്കെ? ഇവർ തമ്മിൽ എന്താ പറയുക, അവർ ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു കർഷകരായ ഒരു ഫാമിലിയാണെന്ന് കൂട്ടുക. അവരുടെ അച്ഛനും അമ്മയും കർഷകപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർക്ക് അറിവുള്ളത്. എന്നാൽ മകൻ എഞ്ചിനീയറായി വലിയ തലങ്ങളിലേക്ക് പോയി ചിലപ്പോൾ ലണ്ടൻ എന്ന് വേണ്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി വലിയ വിദ്യാഭ്യാസം നേടി വന്നു കഴിയുമ്പോൾ ഇവരൊരു കുറച്ചിലായിട്ട് തോന്നുകയും ഇപ്പോൾ സാറ് പറഞ്ഞ ഏകദേശം ആ ഒരു ഇതിലേക്ക് തന്നെയാണോ ഇപ്പോൾ ഈ വൃദ്ധരായി കഴിയുമ്പോൾ കൊണ്ടേ പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇപ്പം പോകുന്നുണ്ടല്ലോ? ഒരുപാട് എണ്ണം കൂടുന്നല്ലാതെ കുറയുന്നില്ല വൃദ്ധസദനങ്ങൾ. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് കൂട്ടി വായിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ ഇയാൾ പറയുന്ന പോലെയല്ല. പിന്നെ അതെങ്ങനെയാണ്? അപ്പോൾ എന്താ അവരിങ്ങനെ അടിയടച്ച് പിണ്ടം വയ്ക്കുന്നതൊക്കെ പണ്ട് ജാതീയമായതിൽ നിന്ന് ലോകത്തിനകത്തുനിന്ന് മാറി വേറെ ചിന്തിക്കുന്നവരെയായിരുന്നു പടിയടച്ച് പിണ്ടം വെച്ചിരുന്നത്. അതുകൊണ്ടല്ല. ഇയാൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കൾ അനുസരിക്കാതിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനകത്ത് അവർ പറയുന്ന പോലെ അനുസരിക്കാത്തവരെ പുറത്താക്കുക എന്ന് പറയുന്നതായിരുന്നു പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. മക്കളെ സ്കൂളിൽ വിടാൻ തുടങ്ങുമ്പോൾ അവർ പഠിക്കുന്ന കാര്യമായിരിക്കും അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നതിന് അവർക്ക് തൊഴിൽ വീട്ടിൽ കൊടുക്കാനൊക്കത്തില്ല. മറ്റേ കൃഷി കുടുംബത്തിനകത്തുണ്ടായിരിക്കുന്ന സമയത്ത് അവർ ചെയ്തിരുന്ന അതേ കൃഷി തന്നെയായിരുന്നു മക്കൾ ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരുടെ സ്വത്തിൽ തന്നെയാണ് ഈ മക്കൾ ജീവിച്ചത്. അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ മക്കൾക്ക് അഹങ്കാരം കയറിയിട്ട് പോയതല്ല. ഇയാൾ പഠിച്ചിരിക്കുന്നത് IAS ആണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനമാണ് ഇയാൾ പഠിക്കുന്നത്. ഇയാൾ എങ്ങനെ വീട്ടിൽ അത് പ്രാക്ടീസ് ചെയ്യും? ഇയാൾക്ക് പറ്റില്ല. ഇയാൾ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇയാൾ വീട്ടിനകത്ത് വന്ന് പാലോ റോഡോ പണിയോ? ഒന്നും നടക്കില്ല. ഇയാൾ ഹാർട്ട് ഓപ്പറേഷൻ പഠിച്ച ഡോക്ടറായി. വീട്ടിലെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ജോലിക്ക് മാത്രമേ പറ്റൂ. ഇത് വീട് വിട്ടുപോകും. നമ്മൾ സ്കൂളിലോട്ട് കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ അവർ തിരിച്ച് വീട്ടിൽ വരാൻ പറ്റില്ല. അല്ല, അവർ കളഞ്ഞിട്ട് പോകുന്നതല്ല. പഠിച്ചത് ജീവിക്കേണ്ടി വരുന്ന സമയത്ത് പഠിച്ചതിൻ്റെ ജോലി കിട്ടുന്നിടത്ത് പോകാൻ ബാധ്യത വരുന്നവരാ. അപ്പോൾ അവിടെ പോയിരുന്ന അമ്മയും അച്ഛനെ നോക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാ അവർ. അല്ലാതെ അവർ ഉപേക്ഷിച്ച് പോയവർ. അങ്ങനെയാണോ സാർ? എല്ലാവരും അല്ല, 99% അല്ല 100% അങ്ങനെയാണ്.
പക്ഷെ ആളുകൾ മനസ്സിലാക്കുന്നത് ഇയാൾ ഈ എം ടി വാസുനാരുടെയൊക്കെ കഥ വായിച്ചിട്ടാണ് ഇങ്ങനെ ആയി പോകുന്നത്. ഈ പഠിച്ചവർ കളഞ്ഞേച്ച് പോയെന്നുള്ള ആ അർത്ഥത്തിലാണ് കഥകളും കവിതകളും എല്ലാം എഴുതിയിട്ടുള്ളത്. ഈ നാട്ടിനകത്ത് ആൾക്കാരുടെ പറച്ചിൽ മുഴുവനും മക്കളെ ഉപേക്ഷിച്ച് പോയ, അല്ല അമ്മയെ അച്ഛനെ ഉപേക്ഷിച്ച് പോയ മക്കൾ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അല്ല. പക്ഷെ അതിൻ്റെ ഒരു ഇയാൾ ഇപ്പൊ ഇവിടെ ഇരിക്കുകയല്ലേ, ഇയാൾ ഈ അമ്മയും അച്ഛനെ എന്താ നോക്കാത്തെ? ഞാൻ അച്ഛനെ അല്ല അങ്ങനെയല്ല, ഇപ്പൊ ഇയാൾ എന്താ നോക്കാത്തെ? ഞാൻ ഇപ്പൊ എനിക്ക് അമ്മയ്ക്കും അച്ഛനും വേണം, അല്ല ഇപ്പൊ ഞാൻ ഈ നിമിഷം വേണം. അതായത് ഞാൻ ഫോൺ വിളിക്കുക. ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഇപ്പം ഞാൻ സാറിന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഒരു തൊഴിലിടത്തിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കാം. അതായത് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ സാറ് പറയുന്നത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ അമ്മേനെയും അച്ഛനെയും കൊല്ല ചെയ്യപ്പെടുന്ന കൊല്ലുന്ന മക്കൾ, അതുപോലെ കഴുത്ത് നിരിച്ച് കൊല്ലുന്നു, കഴുത്ത് അറുത്ത് കൊല്ലുന്നു, അതുപോലെ കൊണ്ട് ഓരോ വൃദ്ധസനങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത്. അത് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കൂടെ കിടക്കുവാൻ വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മേനെയും കൊണ്ട് വൃദ്ധസനത്തിലാക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ തൊഴിലെടുത്ത് ഞാൻ പറയുന്നത് ഒരിക്കലും ലണ്ടനിലോ എന്താ പറയുക യൂറോപ്യൻ കൺട്രീസിലോ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരല്ല പറയുന്നത്. ഞാൻ ഇയാൾ പറഞ്ഞ മുഴുവൻ സാധനം ഒരു വേർഷനാണ് അതിൻ്റെ. സാറ് പറഞ്ഞ 100% പേരും 100% പേരും വിദ്യാസമ്പന്നരാണോ? ഇവിടെ കേരളത്തിനകത്ത് വിദ്യാസമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ എത്രയാണ് സാക്ഷരതയുള്ളത്? എനിക്ക് തോന്നുന്നു 90% മുകളിൽ സാക്ഷരത. 90% മുകളിൽ എന്ന് പറഞ്ഞാൽ നാട്ടിനകത്ത് ബാക്കി 10% പഠിക്കാൻ വയ്യാതായി പോയത്, അല്ലാതില്ല. ഈ 90% പേരും സാക്ഷരത മേടിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം അവർ വീട് വിട്ടുപോയവരെന്നാണ് അർത്ഥം. ഇത് അറിഞ്ഞുകൂടാതെ ഈ ആളുകൾ ഈ വിഷയം പറയുന്നതെന്നുള്ളതാണ് ഞാനീ പറയുന്നത്. പണ്ട് കാലത്ത് വീടിനകത്ത് അമ്മയും അച്ഛനെയും കൃഷിക്കാരായിരിക്കുന്നവർ തന്നെ അവർ കൃഷി കഴിയുമ്പോൾ അമ്മയും അച്ഛനും വയ്യാതാകുമ്പോൾ പുറത്താക്കി അവർ കാശിക്ക് പോകണമെന്ന് രാമേശ്വരത്ത് പോകണമെന്ന് പറഞ്ഞു വിട്ടിരുന്നവരുടെ കഥയ്ക്കകത്ത് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. ഇയാളുടെ ഇഷ്ടം കൊണ്ടല്ല ഇയാൾ എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്ന അമ്മയും അച്ഛനെ ഇപ്പോൾ അമ്മയെ വിളിക്കുകയാണ്, നീ അടിയന്തരമായിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പണി വിട്ടിട്ട് പോകാൻ ഇയാൾക്ക് വരത്തില്ല. ഇയാൾ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്ന ആള്, ഇയാൾ ഓഫീസിനകത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഫയൽ നീക്കേണ്ടതുണ്ട്, അവിടെ ഒരു പ്രോജക്റ്റിനകത്ത് ഇയാളുടെ പാർട്ടി ചെയ്യേണ്ടതുണ്ട്. ആ പണി നിർത്തിയിട്ട് ഇയാൾ പോയാൽ ഒരു വലിയ ഏരിയയിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം പാഴാകും. ഒരു കളക്ടർ ഒരു തീരുമാനം എടുക്കുന്നിടത്ത് ഇരിക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും വിളിക്കുകയാണ്, നീ അടിയന്തരമായിട്ട് വീട്ടിലോട്ട് വരണം, ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ എന്താ പറയുന്നത്? അയാൾ കുറച്ച് പറഞ്ഞു നോക്കും, അത് കഴിഞ്ഞ് അയാൾ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അമ്മയും അച്ഛനെ അനുഭവിക്കുന്നത് എന്താ? ഇത്രയും പാടുപെട്ട് ഞാൻ വളർത്തിയ കുട്ടി നമ്മുടെ ഒരു ആവശ്യം വന്നപ്പം അനുസരിക്കുന്നില്ലെന്ന് മാത്രമാണ്. ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിനെ കാണുന്ന രീതി പണ്ട് തൊട്ട് ഒരു വീട്ടിനകത്ത് കൃഷി കുടുംബത്തിനകത്ത് ഇരുന്ന സമയത്ത് അമ്മയും അച്ഛനെ നോക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച മക്കളുണ്ട്. അതൊരു 5-10% എന്നും കാണും. ആ ആളുകളാണ് ഈ 90% ആയിപ്പോയതെന്നാണ് ഇന്ന് ആളുകൾ വിചാരിക്കുന്നത്. അതേ അല്ല, ഇതൊരു പരിഹാരമാണ്. വൃദ്ധസദനം എന്ന് പറയുന്നത് അവരുടെ വീട്ടിനകത്ത് അവർ ഒറ്റയ്ക്കായി പോയവരെ വേറെ ആൾക്കാരുടെ കൂടെ ആക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഇയാൾക്ക് എന്ത് വഴിയാണ് ഇയാൾക്കുള്ളത്? ഒരു 90% അമ്മയ്ക്കും അച്ഛന്മാരും എൻ്റെ നഗരത്തിൽ വന്ന് താമസിക്കണമെന്ന് നിങ്ങളൊരു സ്ഥലം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ല വിഷയമാണ്, മലയാളിയുടെ വിഷയമാണ്. ഒരു വീട്ടിലേക്ക് വന്ന് താമസിക്കാനാണ്. അപ്പോൾ ഇയാൾക്ക് ഓഫീസിൽ പണിയെടുക്കണം, ഇയാളുടെ മക്കളെ സ്കൂളിൽ അയക്കണം, അവരുടെ ഹോംവർക്ക് നോക്കണം, അവരുടെ ബാക്കി കാര്യങ്ങൾ നോക്കണം. ആ വീട് നടത്തിക്കൊണ്ട് പോകുന്ന മുഴുവൻ പണി ചെയ്യേണ്ട ഒരാളാണ് ഇയാൾ. ഇയാൾക്ക് അവധി കിട്ടുന്നത് ലോസ് ഓഫ് പേ ഇല്ലാതെ കിട്ടുന്ന കുറച്ച് ദിവസം, ബാക്കി മുഴുവൻ ദിവസങ്ങളും ലോസ് ഓഫ് പേയിൽ ചെയ്യേണ്ടി വരും. ഇനി അത് ചെയ്താൽ പോലും ഇയാൾ ചെന്ന് ഒപ്പിട്ടില്ലെങ്കിൽ, ഇയാൾ ചെന്ന് ആ വർക്ക് തീർത്തില്ലെന്നുണ്ടെങ്കിൽ ബാക്കി മുഴുവൻ വർക്കും അവിടെ നിൽക്കുന്നു. പറഞ്ഞാൽ ഇതേപോലെ ഈ അമ്മയച്ഛനെ പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം നിർണ്ണയിക്കുന്ന പണിയിലാണ് ഇയാളുള്ളത്. ഒരു പഞ്ചായത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾ, അയാൾ ഒരു വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾ, ഒരു തഹസീൽദാരുടെ ഓഫീസിലോ അല്ലെങ്കിൽ കളക്ടറേറ്റിലോ സെക്രട്ടേറിയറ്റിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഈ ആൾക്കാർ അവിടെ നിന്ന് മാറി നിൽക്കുന്നതിനൊരു അതിരുണ്ട്. അപ്പോഴാണ് നമുക്ക് പകരം വേറെ ആൾ വേണമെന്ന് കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കുന്ന ആളുമായിട്ട് ഇവർ ചേർന്നില്ല, ഈ അമ്മയും അച്ഛനും ചേർന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇവിടെയാണ് ഈ സാധനം. അപ്പോൾ പണ്ട് ഭാര്യയും ഭർത്താവും മാത്രമായിട്ടല്ല കുഞ്ഞിനെ വളർത്തിയിരുന്നത്. വീട്ടിനകത്ത് കസിൻസ് ഉണ്ടാവും, അമ്മാവന്മാർ കാണും. കൃഷി കുടുംബം എന്ന് പറഞ്ഞാൽ 15 പേര് 20 പേരെങ്കിലും കാണും. പക്ഷേ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മക്കളും മാത്രമാണ്. കാരണം അങ്ങനെ ക്വാർട്ടേഴ്സ് കൊടുക്കത്തുള്ളൂ. ആദ്യകാലത്തെ കുടുംബം എന്ന് പറഞ്ഞ് ഈ ഫാക്ടറിക്കടുത്തോ അല്ലെങ്കിൽ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്നവർ 10-15 പേരുമായിട്ടാണ് ചെല്ലുന്നത്. അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതാണ്. അമ്മാവന്മാർ കാണും, കസിൻസ് കാണും.
ഇവർക്ക് എല്ലാവർക്കും കൂടെ മുറി കൊടുക്കാനൊക്കത്തില്ല ഈ ഫാക്ടറി. കാരണം ഒരാളെ മാത്രമേ ജോലിക്ക് എടുത്തിട്ടുള്ളൂ. അയാളെ നിലനിർത്താൻ വേണ്ടി 15 പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത, അവരുടെ ചിലവ് കൊടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഫാമിലി വേജാക്കി. പക്ഷെ അപ്പോഴവർ ഫാമിലി വേജ് എന്ന് പറയുന്നത് ഭാര്യയും മക്കളെന്നും ആക്കി. അങ്ങനെയാണ് മക്കളുടെ എണ്ണം തന്നെ കുറഞ്ഞത്. ഫാക്ടറിയോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന സേവന മേഖല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ആയിട്ടുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സമൂഹങ്ങളുണ്ടായപ്പോൾ കൃഷി കുടുംബത്തിൽ നിന്ന് മോചിച്ചപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴാണ് വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. ആ വിദ്യാഭ്യാസവും ഈ ജോലികളും വന്നപ്പോൾ വരുമാനം ഉണ്ടാകും. ആ വരുമാനത്തിന് പങ്കയച്ചു കൊടുക്കാനേ പറ്റൂ. ഇയാൾക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ അമ്മ പറയുന്ന, അച്ഛൻ പറയുന്നത് നീ വന്നാൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളെന്ന് പറയും. അപ്പോൾ ഇയാൾ ഇവിടെ ഇരുന്ന് വിഷമിക്കും. എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ മുഴുവനും ഇയാളുടെ മനസ്സ് ഇവിടെ കാണത്തില്ല. ഇയാളുടെ മനസ്സ് അവിടെ ആയിരിക്കും. ഇതെല്ലാ ഓഫീസിലിരിക്കുന്ന ജോലി ചെയ്യുന്ന മുഴുവൻ പേരും അനുഭവിക്കുന്നത്. ഈ അനുഭവിക്കുന്നവർ ആകെ അന്ന് പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛനും കൂട്ടിന് അത്രയും പണമില്ലാത്തവരോ അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളായ ആൾക്കാരെ ആയിരുന്നു എല്ലാവരും ഏർപ്പെടുത്തിയിരുന്നത്. ഇത് കുറച്ച് നാൾ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്ന കാർഷിക മേഖലയിൽ നിന്ന് വ്യാവസായിക മേഖലയിലേക്കും സർവീസ് എന്ന് പറഞ്ഞാൽ സേവന മേഖലയിലേക്കും ഒരു രാജ്യം മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അല്ലാതെ ഈ അമ്മയ്ക്കും അച്ഛനും മക്കൾക്ക് സ്നേഹമില്ലാതെ പോയിട്ടല്ല. ഇയാൾ എത്ര വിചാരിച്ചാലും ഇയാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ഇയാൾ വീട്ടിൽ പണിയെടുക്കാൻ ഇന്ന് ഈ വർക്ക് അറ്റ് ഹോം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആദ്യമായിട്ട് തിരിച്ച് വരാനെങ്കിലും പറ്റുന്നത്. മറ്റത് ഈ വർക്കിനകത്തൊന്നും മോചിക്കാനൊക്കത്തില്ല. ഇയാളിപ്പോൾ ഈ ചാനൽ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് വലിയതാ. ഞാൻ വളർത്തി വിട്ട ആളാണ്, ഞാൻ പഠിപ്പിച്ച ആളാണ്, എൻ്റെ ആവശ്യത്തിനില്ല എന്നാണ് എല്ലാ അമ്മയും അച്ഛനും മനസ്സിലാക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവരാരും അങ്ങനെ അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല. ഇയാൾക്ക് ആകെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്താ, ഇയാളുടെ കിട്ടുന്ന ശമ്പളത്തിനകത്ത് ഒരു 7 അവിടെ അയച്ചു. അതാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് ജീവിതോപാധിക്ക് വേണ്ടി, സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ഇപ്പം എന്താ പറയുക, ഗൾഫ് മേഖലകളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ ജോലി എന്നിപ്പോൾ എന്നെ പോലെ ജോലി ചെയ്യുന്നവരെയോ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, അതായത് ഒരു കൃത്യമായിട്ടൊരു ഷോപ്പ് സ്വന്തം നാട്ടിൽ തന്നെ നടത്തുകയും, വലിയ ഷോപ്പായെന്ന് കൂട്ടിക്കും, എനിക്കറിയാവുന്ന ഒരാളുടെ കാര്യം ഞാൻ പറയാം, വലിയൊരു ഷോപ്പ് നടത്തുകയും അതിൻ്റെ അടുത്തുനിന്ന് കോടിക്കണക്കിന് രൂപ ഏൺ ചെയ്യുകയും, എന്നാൽ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കൂടെ സ്വന്തം അച്ഛനെയും അമ്മേനെയും കൂടെ വസിപ്പിക്കാൻ പറ്റാതെ മറ്റിടത്ത് കൊണ്ടുപോയി പുറന്തള്ളുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സാറ് പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പക്ഷെ ഇങ്ങനെയുള്ളവർ ഈ സമൂഹത്തിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അവരെ ജനറലൈസ് ചെയ്യരുത്, മുഴുവൻ ഞാൻ ജനറലൈസ് ചെയ്യും. അത് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. ഇയാൾ ആ വിഷയം മനസ്സിലാക്കാതെ വീണ്ടും പറയുന്നേ അല്ല. ഇയാളൊരു അമ്മയുടെ അച്ഛൻ്റെയും വീട്ടിനകത്ത് താമസിച്ചിരുന്ന കൃഷിക്കാർ കുടുംബം, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ മേഖല. കൃഷിക്കാർ കുടുംബത്തിനകത്ത് ഇയാൾ വിവാഹിതനായി ഇയാളുടെ ഭാര്യയും കൊണ്ട് അവിടോട്ടാണ് പോകുന്നത്. അവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ആ വസ്തുവിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇയാൾ ഈ പറഞ്ഞ ആള് അയാളുടെ വ്യവസായം നടത്തി അല്ലെങ്കിൽ വ്യാപാരം നടത്തി, അയാൾ വീടുണ്ടാക്കി ഈ അമ്മയും അച്ഛനെയും വിളിക്കുന്നു എന്ന് വെച്ചോ, വരില്ല. പക്ഷെ അങ്ങനെ വരില്ല. പക്ഷെ അങ്ങനെ വന്ന് കിടന്ന ആളെ ഞാൻ പറഞ്ഞ വരുന്ന ആള് വരുന്ന ദിവസം തൊട്ട് വരുന്ന ദിവസം തൊട്ട് ഈ വീട് തകർക്കുന്ന പണി അവർ ചെയ്യും. എന്ന് പറഞ്ഞാല് ഈ അമ്മയും അച്ഛനും എന്ന് പറയുന്നവരുടെ ജീവിതത്തിന്റെ തുടർച്ചയ്ക്കകമാണ് നിങ്ങൾ ജീവിക്കണമെന്ന് അവർ ആവശ്യപ്പെടാൻ തുടങ്ങും. എൻ്റെ വീടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ താമസിച്ചിട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമല്ലേ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്ക്. അതെ, തീർച്ചയായിട്ടും ഇത് കാർഷിക കുടുംബത്തിനകത്തെ സാധനമാണ്. അമ്മായിയപ്പനും മരുമോനും തമ്മിലുള്ള വഴക്ക് ഇയാൾ കേട്ടിട്ടുണ്ട്? ഇല്ല, വളരെ കുറവാണ്. അവർ തമ്മിൽ ജീവിച്ചിട്ടില്ല. ഇത്രയും ലളിതമായത് വളരെ ഇതിങ്ങനെ മനസ്സിലാക്കണം. ഇത് ഞാൻ സൂക്ഷ്മമായിട്ട് ഇത് മനസ്സിലാക്കണം. നമ്മളിതൊരു കേരളത്തിലെ ആളുകൾ തെറ്റായി മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അമ്മായിയപ്പനും മരുമോനും തമ്മിൽ ഒരു ദിവസം പോലും ഒന്നിച്ച് താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ വഴക്കില്ലാത്ത, അവരാകെപ്പാടെ ഓണത്തിന് ക്രിസ്മസിന് മാത്രം പരസ്പരം കാണുന്നവരാണ്. ഭയങ്കര ഇഷ്ടം കാണിക്കാൻ പറ്റും. കാര്യം ഒരു ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അവർ ഒന്നിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട്, ഒരു എൻ്റർപ്രൈസ് ചെയ്യാനായിട്ടൊന്ന് മാറും. അന്ന് വിരിയും. കാരണം പൈസ അല്ല, അമ്മായിപ്പം ഭരിക്കും. ആ പ്രായമായ ആളിന് വിവരമുണ്ടെന്ന് അയാൾ വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം, ഇയാള് ഞാൻ കൃഷി നടത്തിയിരുന്ന സമയത്ത് ശരിക്കും അമ്മയ്ക്കും അച്ഛനും തന്നെയായിരിക്കും അറിവ്. പക്ഷേ വ്യവസായത്തിനകത്തേക്ക് വരുന്ന സമയത്ത് പുതിയ ലോകങ്ങളെ പറ്റിയുള്ള അറിവുകൾ വേണം.
ഈ അറിവില്ലാതിരിക്കുമ്പോഴും ഞാനൊരു ചായക്കട നടത്തിയിട്ടുണ്ട് എന്നുള്ള അറിവ് വെച്ചിട്ടായിരിക്കും ഈ വ്യവസായത്തിനകത്ത് അഭിപ്രായം പറയാൻ അന്ന് വഴക്കാവും. ആ വഴക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി അമ്മായപ്പനും മരുമോനും തമ്മിൽ ഒരിക്കലും ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിനകത്ത് 2 കേന്ദ്രം ഉണ്ടാകുമ്പോഴാണ് ഈ വഴക്കുണ്ടാകുന്നത്. ഇതാണ് അമ്മായപ്പനും മരുമോളും തമ്മിൽ വഴക്കിടുന്ന അമ്മായപ്പനും മരുമോളും തമ്മിൽ വഴക്കിടുന്ന പറഞ്ഞാൽ 2 കേന്ദ്രം ഉണ്ടാകുന്നതാണ്. മരുമകൾ വളർന്ന വീട്ടിനകത്ത് ഉപ്പ് ഇത്ര ഇടണം, അല്ലെങ്കിൽ ഇത്ര കുരുമുളക് ഇടണമെന്നും, അല്ലെങ്കിൽ കുരുമുളക് ചേർത്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. അന്ന് തൊട്ട് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്ന ആ നിമിഷം തൊട്ട് അവൾക്ക് അതുവരെ അവൾക്ക് അറിഞ്ഞിരുന്ന അറിവ് ഇവിടെ കാണിക്കാനേ പറ്റത്തില്ല. ഇവൾ കംപ്ലീറ്റ് മറക്കണം. ഇങ്ങനെ മറന്നിട്ട് അല്ല ഇവർ പറയുന്നതിന് കേൾക്കാം. ഈഗോയുടെ പ്രശ്നമൊക്കെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇയാൾ ഈഗോ എന്നൊക്കെ പറയുന്നേ തൻ്റെ അറിവിനെ കംപ്ലീറ്റ് നിഷേധിക്കുന്ന ഒരു സ്ഥലത്ത് ഇയാളിരുന്ന ഇയാൾ ശ്വാസം മുട്ടും. ഇയാളിപ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇയാൾ പറയുന്നില്ലേ നിക്ക് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയുന്നില്ലേ, അതാണ് ശ്വാസം മുട്ടലെന്ന് പറയുന്നത്. കാരണം ഇയാൾക്ക് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഞാൻ കയറി പറയുന്നു എന്ന് തോന്നുന്നതുകൊണ്ടാണ് ആ പറയുന്നത്. സത്യമാണത്. പക്ഷേ ഇയാൾ പറയുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ എനിക്കറിയാം എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ ഇതല്ല ഈ വീട്ടിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ 2 വീട്ടിനകത്ത് 2 രീതിയിൽ ഈ കാര്യം ചെയ്യാൻ പറ്റും. അല്ല ഒരു രീതി മാത്രമൊന്നുമല്ല. നിങ്ങളുടെ രീതി അങ്ങ് അവിടെ ഇരിക്കട്ടെ, ഞങ്ങളുടെ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയും. അപ്പം നമ്മൾ കംപ്ലീറ്റ് നിശബ്ദമായി പോകും. അങ്ങനെ നിശബ്ദമായി നിൽക്കുന്ന മരുമകളുള്ള വീട്ടിൽ മാത്രമാണ് അടി കാണത്തില്ല. അപ്പോൾ അടിമയാകാൻ ബാധ്യത വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അത് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ സ്കൂളിനകത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? സ്വന്തമായി ചെയ്യണമെന്നും സ്വന്തമായി തീരുമാനമെടുക്കണം, സ്വന്തമായി അറിഞ്ഞ് പെരുമാറണമെന്നും പഠിപ്പിക്കുന്നു. ക്ലാസ് റൂമിൽ പോയി പഠിച്ച മക്കളാണ് ഇന്ന് മരുമക്കളാകുന്നത്. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഇതുകൊണ്ടാണ് താലിബാൻ അവർ സ്കൂൾ പൂട്ടുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വന്നാൽ വീട്ടിൽ വഴക്കിടുമെന്നും അവരെ തിരഞ്ഞെടുക്കത്തില്ലെന്നും അറിയുന്നതുകൊണ്ടാണ് അവർ സ്കൂൾ പൂട്ടുന്നത്. ഇത്രയാണ് നമ്മളറിയേണ്ടത്. പുതിയ സ്ഥലത്ത് 2 പേര് തമ്മിൽ ചേർന്ന് ജീവിക്കുന്ന സമയത്ത് അവിടെ 3ാമതൊരു കേന്ദ്രം ഉണ്ടാകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 2ാമതൊരു കേന്ദ്രം ഉണ്ടാകാൻ പറ്റത്തില്ല. ഒരു കേന്ദ്രമുള്ള വീടുകളായിരുന്നു പണ്ടത്തെ വീടുകൾ. അവിടെ ഗൃഹനായകൻ പറയുന്നത് എല്ലാവരും കേൾക്കും. ഭാര്യയും കേൾക്കും, മക്കളും കേൾക്കും, മരുമക്കളും കേൾക്കും. സത്യം പറഞ്ഞാൽ ഇത് തന്നെയല്ല വിവാഹബന്ധത്തിലെയും പ്രശ്നങ്ങൾക്ക്. വിവാഹ ബന്ധം എന്ന് പറയുന്നത് പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ്? 2 പേരുണ്ടാകുന്ന കുടുംബങ്ങളായി മാറണം. ഇന്ന് നമ്മൾ റേഷൻ കാർഡിനകത്ത് ഗൃഹനായകനും ഗൃഹനായികയും എന്നുണ്ട്. പണ്ടില്ല, ഗൃഹനായകൻ മാത്രമല്ല. അതാണ് എൻ്റെ സ്ഥലം. അപ്പം ഒരാൾ മാത്രം നയിച്ചിരുന്ന കുടുംബങ്ങളായിരുന്നു കൃഷി കുടുംബങ്ങൾ. മനുഷ്യോൽപത്തി എന്ന ആ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം. അതാവുമ്പോൾ മതം പറഞ്ഞു തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖല ആണല്ലോ. ആദം ഹൗവ എന്ന് പറയുന്ന 2 പേരിൽ നിന്നാണ് മനുഷ്യോൽപത്തിയുടെ തുടക്കം എന്നാണ് ഇസ്ലാമും ക്രൈസ്തവ വിശ്വാസികളും ഏകദേശം അങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദം ഹൗവ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യോൽപത്തിയുടെ തുടക്കം എന്നുള്ളത് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നതല്ല. അങ്ങനൊന്നും അല്ലെന്ന് അറിയാവുന്നതാണ്. എന്താണ് സാറിൻ്റെ എന്താണ് ലോകത്തെ ജീവികളെല്ലാം ഇപ്പോൾ എന്തിനാണ് പ്രസവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പണി ഈ ദൈവം അങ്ങ് നിർത്തിക്കളഞ്ഞെന്തിനാ? എങ്ങനെ ക്ലിയർ ആയില്ല. ഈ ആണിനെ പെണ്ണിനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണി അയാളങ്ങ് നിർത്തിക്കളഞ്ഞെന്തിനാ? നിർത്തി കളഞ്ഞിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ നമ്മൾ 2 പേരും കൂടെ കൊച്ചിനെ ഉണ്ടാക്കാൻ നടക്കണ്ടേ? കല്യാണമൊക്കെ കഴിക്കണ്ടേ? എന്ത് കാര്യത്തിനാണ്? ആ ഫാക്ടറി ദിവസം ഉണ്ടാക്കി വിട്ടാൽ പോരെ? അതെന്താ ചെയ്യാതെ ആ പണി അങ്ങ് നിർത്തി കളഞ്ഞെന്താ? ഈ ആദ്യം അയാൾ ഇടപെടുന്ന അറിയാതെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യോൽപത്തി ആയല്ലോ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു തന്നെയാണ്. അതായത് ഭൂമിയെ 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, ആകാശത്തെ കഥയൊക്കെ എനിക്ക് അറിയാം. ഇയാൾ പഠിച്ച പോലെ ഞാൻ ബൈബിളും ഖുറാനും ഒക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് കഥയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ കഥയല്ല, അതിനകത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതെ, പിന്നെ മറുപടി പറയാം. അതായത് മനുഷ്യോൽപത്തി ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ മനുഷ്യന് സ്വാഭാവികമായിട്ട് ലൈംഗികതയിൽ ഏർപ്പെടാനുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണല്ലോ ആ പണി. ഇത് ഇയാൾക്ക് ഇതെന്താ പിന്നെ ചെയ്തോണ്ടിരിക്കാൻ പറ്റാത്തതെന്നാ എന്റെ ചോദ്യം. അതിന് നമ്മളെ ഏൽപ്പിച്ചെന്തിനാ? അല്ല, മനുഷ്യനിലൂടെ എന്ത് കാരണം കൊണ്ടാണ്? നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു, ഇയാൾ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ആദ്യം ദൈവത്തോട് ചോദിക്കണ്ടേ? അത് തന്നെയാണ് ഈ കഥ. മനുഷ്യർ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള തീരെ വിവരമുള്ള ഒരു കഥയല്ല അതൊന്നും. ഏതെങ്കിലും തരത്തിൽ വിവരമുള്ള ഒരാൾ ചെയ്യുന്ന പണിയൊന്നും അല്ല ആ തരത്തിലുള്ള ഉത്തരങ്ങൾ പറയുന്ന പോലും. മനുഷ്യർക്ക് പണ്ട് കാലത്ത് ഈ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മനുഷ്യർ മാത്രമാണ് ഉണ്ടായത്. നമ്മൾ എങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഈ കാണുന്ന മുഴുവൻ സാധനം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ അതെന്താ ഓക്കെ ആകുന്നത്?
അതിപ്പോ നമ്മൾ ഇയാളെ ഈ ക്യാമറ ഒന്ന് ഉണ്ടാക്കി കാണിക്കാവോ? അതല്ല, അതാ ഞാൻ പറയാം. അതൊക്കെ ആധുനികപരമായിട്ട് എനിക്ക് വേണം ഉണ്ടാക്കാം. ഇയാള് ദൈവം കൊടുത്ത കഴിവായിട്ട് ഞാൻ പറഞ്ഞത്. ഞാനൊരു ദൈവവിശ്വാസി. ഞാൻ പറഞ്ഞത് ഇയാളെ ദൈവവിശ്വാസിയാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഒരു പ്രസക്തിയെ പ്രശ്നമല്ല. ഇയാളുടെ ചോദ്യത്തിന് ഉത്തരം ഇയാൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും നമുക്ക് ലോകത്ത് ആയിരക്കണക്കിന് ചെടികളുണ്ട്, ആയിരക്കണക്കിന് പൂച്ചകളുണ്ട്, ആയിരക്കണക്കിന് കൊച്ചു 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 ജീവികളുണ്ട്. ഇതെല്ലാം എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യം ഒന്നും ഇയാൾക്കില്ലാത്ത. ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയത്. ഞാൻ ദൈവം ഉണ്ടാക്കിയിട്ട് എൻ്റെ വിശ്വാസമാണ്. ഞാൻ പറയാം, ഇയാളുടെ വിശ്വാസമെന്ന് ഇയാൾ വെച്ചോ, അത് ഇയാളുടെ വക, അതിനകത്ത് എനിക്ക് ചർച്ചയില്ല. ലോകത്ത് പഠിപ്പിച്ച ഞാൻ സ്വാഭാവികമായിട്ടും സാറിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളായിട്ടാണോ എന്നെ കാണാൻ. എന്റെ സംശയങ്ങളുണ്ടല്ലോ, ഒരു അധ്യാപകന്റെ മുമ്പിൽ ഒരു കുട്ടി ഇരുന്ന് ചോദിക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലേ? ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ലോകത്ത് നിരന്തരമായി ലോകം ഉള്ളതാണ്. ഉള്ള ലോകത്തിനകത്ത് നിരന്തരം മാറ്റമാണുള്ളത്. നിരന്തരം മാറുന്നതിനകത്തൂടെ രൂപപ്പെടുന്ന രൂപമാറ്റങ്ങളാണ് ലോകത്തുള്ളത്. ഇയാൾ വെറുതെ നമ്മളിപ്പോൾ മനുഷ്യരുടെ കാര്യത്തിനകത്ത് ഒന്നും നമ്മൾ പോകണ്ട. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഓരോ കാര്യങ്ങൾ നിരന്തരം മാറുന്നത് ഇയാൾക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണം, ഇയാൾ ഒരു 15 കൊല്ലം മുമ്പ് ഇങ്ങനെ ആയിരുന്നു വരുന്നത്. അല്ല ആ ആളെന്ത് ചെയ്യും? ആളാണ് രൂപാന്തരപ്പെട്ട് ഇങ്ങനെ ആയതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ല താൻ ഇങ്ങനെ ആയിരുന്നു, ഇപ്പം ഇരിക്കുന്ന പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. മാറിക്കൊണ്ടിരിക്കും. മാറുന്ന പ്രപഞ്ചമേ ഇവിടെ ഉള്ളൂ. മുഴുവൻ സമയം രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ എവിടുന്നെങ്കിലും തുടങ്ങുകയല്ല ചെയ്യുന്നത്. പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ട് ഉണ്ടായെന്ന് പണ്ട് മനുഷ്യർ വിശ്വസിച്ചത് കൊണ്ടാണ് ഇല്ലാതെ ഇത് ഉണ്ടാക്കിയത് ആരാണെന്ന് അന്വേഷിക്കാൻ നടക്കേണ്ടി വന്നത്. ഉള്ള പ്രപഞ്ചമാണ് നിരന്തരം മാറുന്നതാണ്. ഇയാളുള്ള ആളാണ്, ഇയാൾ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ശരിയാണ്. 800 കാലഘട്ടം അല്ലെങ്കിൽ 18 AD 18 പോലെയല്ല ഇപ്പം. അതാ പറഞ്ഞ ഓരോ നിമിഷം ഇയാൾ ചുറ്റുപാട് നോക്കിയാൽ മതി, മാറാത്ത ഒരു സാധനവും ഇല്ല. മാറുന്നതിൻ്റെ റേറ്റ്, സ്പീഡ് ഇത് വ്യത്യസ്തമാണ്. ആ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് മാറുന്നു എന്നുള്ളതല്ലാതെ മാറാതെ ഒന്നും ഇതില്ല. ഇവിടെ എന്താണോ ഉള്ളത് ആ ഉള്ളത് നമ്മളിപ്പം നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് തൊട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ആ മനസ്സിലാക്കി നമ്മളിടുന്ന പേരുകൾ കൊണ്ട് നമ്മളിടുന്ന പേര് കൊണ്ടാണ് അതിനെല്ലാം പേരൊക്കെ വരുന്നത്. അല്ല, പേരൊന്നും ഉള്ളതല്ല, നമ്മളിടുന്നതാണ്. അപ്പം അങ്ങനെ ഇട്ട് പേരിട്ട് വിളിക്കുന്ന സാധനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എപ്പോഴും കാണാം. മാറുന്നതിന് അടിസ്ഥാനമായി ഇതിന് കീഴ് വേറൊന്ന് വേണമെന്ന് നമ്മൾ പണ്ട് വിചാരിക്കുമായിരുന്നു. അങ്ങനെയാണ് സത്യം ഇതിനടിയിലല്ല, ഈ മാറുന്നതിൻ്റെ അടിയിൽ ഒരു സത്യം ഇരിപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരുന്നു പണ്ട് മനുഷ്യർ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ ചേർന്നാൽ അത് മൂന്നാമതൊന്നായി മാറും. ആ മൂന്നാമത്തെ ഒന്ന് വേറൊന്നുമായി ചേർന്നാൽ നാലാമത്തെ ഒന്നായി മാറും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായ ലോകമേ എപ്പോഴും ഇവിടെ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഇയാൾ ഭക്ഷണം കഴിച്ചില്ലേ? ആ ഭക്ഷണം ഇയാളുടെ വയറിനകത്ത് അങ്ങനെ ഇരിക്കുകയാണോ? അല്ല, അതിനകത്ത് ഇയാൾ 100 കണക്കിന് നെല്ലിൻ്റെ അരിയായിരിക്കും തിന്നത്, കടലയായിരിക്കും തിന്നത്, പയറായിരിക്കും തിന്നത്. ആ പയറ് സ്വന്തമായ നിലയിൽ വേറെ പയറായേനെ, സ്വന്തമായ നിലയിൽ കടല ചെടിയായേനെ, സ്വന്തമായ നില നെല്ലുകളായി മാറിയാൽ. അതൊക്കെ ആയി മാറാതെ അത് തൻ്റെ ആഹാരമാക്കി മാറ്റിയപ്പോൾ താനായി മാറുകയാണ് ചെയ്തത്. അല്ല, അപ്പോഴും സാറേ എനിക്ക് സൂക്ഷിച്ച് മനസ്സിലാക്കണം. ഞാനിത് അത്ര എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് അത് അത്ര പാടുപെട്ട് പറഞ്ഞത്. ആ താനായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരായി മാറാൻ കഴിയുമായിരുന്ന സാധ്യതകൾ മുഴുവൻ അടച്ചു കളഞ്ഞിട്ടാണ് നമ്മളായി മാറുന്നത്. അത് കാരണം കൊണ്ട് അതിനകത്തെ സാധ്യതകൾ അതാണ് നമ്മളെടുത്ത് ഉപയോഗിച്ചത്. അതിനെയാണ് തനിക്ക് നടക്കാനും ഇരിക്കാനും കഴിയുന്ന കഴിവാക്കി മാറ്റുന്നത്. അവർ ശേഖരിച്ചു വെച്ചിരുന്ന കഴിവുകളാണ്. ഒരു നെല്ലിനകത്ത് അരിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് താനെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണത് മാറുന്നത്. അപ്പോൾ ഈ അപ്പോൾ അവർ താനായി മാറിയായിരുന്നു. അപ്പോൾ ആളുകൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ മരിച്ചിട്ട് പോകും എന്നാണ്. ഈ നെല്ലും ഈ കടലയും ആ പയറും എങ്ങും പോയിട്ടില്ല, താനായി മാറിപ്പോവുകയത്. അല്ലാതെ താൻ എന്ന് പറയുന്ന ആൾ മരിക്കുമ്പോൾ ആയിരക്കണക്കിന് ജീവികൾ തന്നെ തിന്നത് വേറെ ആയിപ്പോകും. അത്രേ ഉള്ളൂ.
അല്ല പക്ഷെ ഞാൻ കഴിച്ച സാധനങ്ങൾ ഡൈജഷൻ ചെയ്ത് അതേപോലെ തന്നെ ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ചീഞ്ഞു പോകുന്നു എന്ന് പറയുന്നത്. ബാക്ടീരിയ തന്നെ തിന്നാൻ തുടങ്ങിയതാ, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ തിന്നാൻ പറ്റത്തില്ല ബാക്ടീരിയക്ക്. എന്തുകൊണ്ടാ? അതിനെ ചെറുക്കുന്ന തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ താൻ വേറെ എങ്ങും പോകുന്നില്ല. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ മാറ്റങ്ങളെയാണ് നമ്മൾ ഈ കാണുന്നത്. അല്ല അപ്പോൾ സാർ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, അപ്പോൾ സാർ അറിയത്തില്ല അതൊന്നും ഞാൻ ചോദിക്കുന്നു, സാറിന്റെ വിശ്വാസത്തിൽ എങ്ങനെയാണ് ലോകം ഉണ്ടാകുന്നത്? എനിക്ക് വിശ്വാസത അല്ല, സാറിന്റെ അറിയുന്ന കാര്യങ്ങൾ, അറിവിൽ എങ്ങനെയാണ് ലോകം? അതാണ് ലോകം ഉണ്ടാകുന്നില്ല, ലോകം ഉള്ളതാണ്. ഇല്ലാതിരുന്നിട്ട് ഉണ്ടായെന്ന് വിചാരിച്ചതാണ് ഇയാളെ തെറ്റെന്ന്. ഇയാളെ ഒന്നുകൂടെ ഞാൻ ഇനി അത് ഒന്നുകൂടെ സൂക്ഷിച്ച് മനസ്സിലാക്ക്. ഇയാൾ ജനിച്ചത് എന്നാണെന്ന് ഇയാളെന്ന് പറ. ഞാൻ 21/9/99. 99 എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ജനിച്ചതെന്നുള്ളതാണല്ലോ നിലപാട്. ജനിക്കുന്നതിന് മുമ്പ് താനുണ്ടോ? ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ല. ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞില്ലേ? ഗർഭപാത്രത്തിലുണ്ട്. അപ്പോഴത്രയാ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളാണ് 99-ലാണ് താൻ ജനിച്ചതെന്ന് പറയുന്നത്. താൻ ഇല്ലാതിരുന്നിട്ടുണ്ടായ ആളല്ല, ഉള്ള ആളിന്റെ മാറ്റമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. സൂക്ഷിച്ച് മനസ്സിലാക്കുക. ധൃതി പിടിച്ചാൽ ഇത് മനസ്സിലാകാതെ പോകും. ഇയാൾക്ക് അവസരം ആവശ്യം വരത്തില്ല. ഇത് മനസ്സിലായാൽ പിന്നെ ആ ചോദ്യം ഇല്ല. ഇപ്പൊ ഇയാൾക്ക് ചോദ്യം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയം അറിഞ്ഞുകൂടാത്തോണ്ട്. അപ്പൊ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആണ് ജനിച്ചതെന്ന് നമ്മൾ കോടതിയിൽ പറയുന്നുണ്ടാവും, നമ്മുടെ ഓഫീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും, ജനന സർട്ടിഫിക്കറ്റിനകത്ത് ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇല്ലാതിരുന്നിട്ടുണ്ടായതല്ല. പക്ഷെ നിയമപരമായി ഇല്ലാതിരുന്നതിന് ശേഷം ഉണ്ടായതായിട്ടാണ്. ഒരൊറ്റ കാര്യം, അതായത് സാറിപ്പോൾ പറയുന്നത് അങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത്, അപ്പം അതിനും ഒരു സൃഷ്ടിയുണ്ട്. എൻ്റെ അച്ഛനാണല്ലോ എൻ്റെ സൃഷ്ടി, അല്ല എൻ്റെ അച്ഛനും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അപ്പം ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് മുഴുവൻ. അല്ല ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് സൃഷ്ടി ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഉണ്ടായത്. അങ്ങനെ സൃഷ്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അങ്ങനെ സൃഷ്ടി ഉണ്ടായി. അതുപോലെ തന്നെ ഈ ലോകത്തിനൊരു സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടി രണ്ടും തെറ്റാണ്. ഇതിനൊരു സൃഷ്ടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അതിനൊരു സൃഷ്ടിയുണ്ട്. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. തെറ്റായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താൻ ഇല്ലാതിരുന്നിട്ട് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയെന്ന് മനുഷ്യർ സങ്കല്പിച്ചത് വഴിയാണ് താൻ ജനിച്ചത് 99-ലായത്. അതൊക്കെ അത് കറക്റ്റ് അല്ല, അത് കറക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം കഴിഞ്ഞ്. ഇയാൾ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനകത്തും വെച്ച തെറ്റാണ് ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഇയാൾ പറയുന്നത് എന്താണ്? അങ്ങനല്ല, കുഞ്ഞാകുന്നതിന് മുമ്പ് അമ്മയുടെ അണ്ഡവും അച്ഛൻ്റെ ബീജവും ചേർന്നിട്ടാണ് ഞാൻ ഉണ്ടായെന്ന് പറയും. ജീവനുള്ള രണ്ട് വസ്തുക്കളാണ് ചേരുന്നത്, അല്ല ജീവനില്ലാത്ത വസ്തുക്കൾ അങ്ങനെ ഇത് രണ്ടിനും ജീവനില്ല എന്ന് ഇയാൾ പറയുന്നെങ്കിൽ ജീവനില്ലാത്തതെന്ന് ജീവനുണ്ടെന്നാണ് ഇയാളാണ് പറഞ്ഞത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അവിടെ ഉത്തരവായി. സാറ് ചോദിച്ചല്ലോ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിനുണ്ടാക്കി, ഞാൻ ചോദിച്ചില്ലേ? അപ്പൊ അതിനുള്ള ഉത്തരവായി. അതിന് ഉത്തരമായിട്ടില്ല. അങ്ങനെയാണ് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, അത് താനാ പറഞ്ഞത്. അല്ല സാറ് ചോദിച്ച എന്നോട്, ഞാൻ ഇയാളോട് ചോദിച്ചതേ ഉള്ളൂ. എന്റെ ഉത്തരവല്ലത്. അപ്പൊ അതിന് ഉത്തരം എന്താ? അതിന് ഉത്തരവില്ല. അതിന്റെ ഉത്തരം തന്റെ തെറ്റ് കൊണ്ട് പറയുന്നതാണ്. ഇയാൾ മനസ്സിലായെന്ന് പറയുന്നത്, ഞാൻ വിഷയം പറയുന്നത് ഒന്നുകൂടെ സൂക്ഷിച്ച് മനസ്സിലാക്കുക. ഇത് രണ്ടിനും ജീവനില്ല എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ ജീവനില്ലാത്തതെന്ന് ജീവനുണ്ടായെന്ന് ഇയാൾ പറയുന്നതായിട്ട് വരും. തെറ്റാണ്, ശരിയായിരിക്കാം. അപ്പം അത് തന്നെയാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഈ രണ്ട് സാധനവും ജീവനിരിക്കുന്നത് തമ്മിൽ ചേരുമ്പോൾ ആ ചേർന്നതിനകത്തുനിന്ന് രൂപപ്പെട്ടതാണ് താൻ എന്ന് പറഞ്ഞാൽ ബീജം എന്ന് പറയുന്നു, അണ്ഡം എന്ന് പറയുന്നത് രൂപമാറ്റം വന്നതേ ഉള്ളു. ആ രൂപമാറ്റം വന്നതാണ് വളർന്ന കുഞ്ഞ്. ആ കുഞ്ഞിന്റെ രൂപമാറ്റം മാത്രമാണ് താനാകുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ രൂപമാറ്റം മാത്രമേ ഈ ലോകത്ത് നടക്കുന്നുള്ളൂ. ഇവിടുന്ന് തുടങ്ങി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ ദിവസമാണ് ഞാൻ ഉണ്ടായതെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിനകത്ത് എഴുതി വെക്കുന്നത് വഴിയാണ് തുടക്കം ഉണ്ടാകുന്നത്. അല്ല, അതുകൊണ്ടാണ് സാർ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിനും കൃത്യമായിട്ടൊരു സൃഷ്ടിയും വീണ്ടും ഞാൻ ഈ ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞിട്ട് തൻ്റെ അച്ഛനോ തൻ്റെ അമ്മയോ അറിഞ്ഞിട്ടുള്ള കാര്യമല്ലത്. അല്ല, അതുകൊണ്ട് തൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടല്ല. അമ്മയും അച്ഛനും 1000 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, അപ്പോഴും ഒരു കുഞ്ഞുണ്ടാകണമെന്നില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അവരറിഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു സൃഷ്ടാവില്ല. അല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഭ്രൂണത്തിലും അണ്ഡത്തിലും ബീജത്തിലും കൃത്യമായിട്ട് ഇതിന്റെ അളവ് കൃത്യമായിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ ഒരു കഥ. ഇയാൾ പറയുന്നത് പോലെ അല്ലെന്നാ ഞാൻ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇയാൾ പറയുകയാണെങ്കിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടാണോ അമ്മയച്ഛനും ഉണ്ടാക്കിയേ? അങ്ങനല്ല, ഒരു കുട്ടി ഉണ്ടാവണമെന്ന് വിചാരിച്ചാണ്. കുട്ടി ഉണ്ടാകണമെന്ന് പോലും അവർ വിചാരിച്ചിട്ടില്ല.
അവർ ഒരു 365 ദിവസവും ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. അതിലൊരു ദിവസമാണ് കുഞ്ഞുണ്ടാകുന്നത്. അല്ലാതെ അവർക്കൊന്നും അതിനകത്തൊന്നും ഒരു റോളും ഇല്ല. ഇയാളെയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടും ഉണ്ടാക്കിയതല്ല. ഉണ്ടായ കുഞ്ഞിനെ വളർത്തുകയേ അവർ ചെയ്യുന്നുള്ളൂ. അതെല്ലാവരും അങ്ങനെയല്ലേ? അത് ആണോ അല്ലയോ എന്നുള്ളതല്ല, അതാണ്. അപ്പൊ അമ്മയുടെ അച്ഛനെയും അവർ സൃഷ്ടാക്കളല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയാള് ശിശുവിടെ കാര്യം പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ അച്ഛനും അമ്മയും അല്ല ഇല്ലാതെ പിന്നെ എങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും? അമ്മയും അച്ഛനും ഉണ്ടായെന്നല്ല, അമ്മയും അച്ഛനും എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യം ഇയാൾ ഉടനെ ചോദിക്കില്ല. അപ്പൊ അമ്മയും അച്ഛനും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രൂപമാറ്റം വരുന്ന മാറി. സാർ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ. അതായത് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞിടൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ താൻ ഉണ്ടാകുന്നത് പോലെ തന്നെ തന്റെ അമ്മയും അച്ഛനും ഉണ്ടായത്, അല്ലാതെ അമ്മയും അച്ഛനും അറിഞ്ഞിട്ടല്ല ഉണ്ടായത്. താൻ അറിഞ്ഞിട്ടല്ല താൻ ഉണ്ടായത്. എല്ലാവരും ഉണ്ടാവുന്നത് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാകത്തില്ല. അതല്ല അതിന്റെ ഉത്തരം. അതാണ് ഉത്തരവല്ല. പിന്നെ എല്ലാവരും അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ എല്ലാവരും മാറി തുടരുന്നതേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉണ്ടായിട്ടില്ലെന്ന്. അതെങ്ങനെ വന്നു? അത് ആദം ഹവ്വായിൽ നിന്ന് ദൈവം പഠിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞാൽ സാർ എതിർക്കുമോ? ഞാൻ പറഞ്ഞാൽ അസംബന്ധമാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ ഒരു ആദവോ അവയെ അല്ല. ആദവോ അവയെ ഉണ്ടാക്കാൻ നിങ്ങൾ ദൈവത്തിനെ സൃഷ്ടിക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം. ഈ ക്യാമറ ഒരാൾ സൃഷ്ടിച്ചോണ്ടല്ലേ സാർ അതിരിക്കുന്നത് ഇവിടെ? അല്ല. പിന്നെ അതിനകത്തിരിക്കുന്ന എല്ലാ സാധനവും ഇവിടെ ഉള്ളതാ. അങ്ങനെയാണ്. അതിനകത്ത് ഇരുമ്പ് മാറ്റി, അതിനകത്തെ കോപ്പർ മാറ്റി, അതിനകത്ത് രൂപമാറ്റം മാത്രമേ. കോപ്പറും ഇതും എല്ലാം ആരും ഉണ്ടാക്കിയിട്ടില്ല, ഉള്ളതാണത്. ഞാനൊരു കാര്യം പറയട്ടെ സാർ. ഇപ്പൊ സാറ് പറഞ്ഞ അതിൻ്റെ അകത്തുള്ള ക്യാമറയുടെ അകത്തുള്ള ഇരുമ്പ് ഒരു ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയല്ലേ? അല്ല. പിന്നെ എങ്ങനെ ഇരുമ്പ് ഉണ്ടാകുന്നത്? ഇവിടെ ഉള്ളതാണത്. ഇരുമ്പ് ഇവിടെ ഉള്ളതായിരിക്കും. എല്ലാം ഇവിടെ ഉള്ളതാണ്. ഇവിടെ മുഴുവൻ എല്ലാ നിമിഷവും ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഇല്ലാതിരുന്നിട്ടില്ല. ഇതൊന്നും രൂപമാറ്റമേ വരുന്നുള്ളൂ. ഇല്ലാതിരുന്നിട്ടില്ല. പ്രപഞ്ചം തുടങ്ങിയിട്ടില്ല. പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ളതിന് ഇല്ലാതാകാൻ പറ്റത്തില്ല. രൂപമാറ്റം വരാൻ പറ്റും, ഇല്ലാതാകാൻ പറ്റത്തില്ല. താന് തിന്ന സാധനം താനായി മാറി തന്നെ തിന്നുന്ന സമയത്ത് അതായി മാറുക എന്നുള്ളത് മാറ്റമേ ഉള്ളൂ. ഇല്ലാതിരുന്നിട്ടുണ്ടായിട്ടില്ല. ഇല്ലാതിരുന്നിട്ടുണ്ടായി എന്ന് മനുഷ്യർ വിചാരിച്ചത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ ആളിനെ കണ്ടുപിടിക്കേണ്ടി വന്നത്. ഇതായി പറയുന്നത്. അല്ലാതെ ലോകത്ത് അപ്പോൾ പിന്നെ ഇയാൾ ദൈവം അങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യം ചോദിക്കാൻ ബാധ്യത വരും. അപ്പം അതിന് ഉത്തരം ചോദിക്കാൻ പറയരുത്. ദൈവത്തിൻ്റെ അച്ഛൻ ആരാന്നുള്ള ചോദ്യം ചോദിക്കാൻ ഒക്കത്തില്ല. അതുള്ളതാണെന്ന് വിശ്വസിക്കണം. ഈ ഉള്ളതാണെന്ന് ദൈവത്തിനെ വിശ്വസിക്കുന്നതിന് പകരം ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ വേറെ ഇല്ല. ദൈവം എങ്ങനെയാണ് ഉണ്ടായി എന്ന് പറയുന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഞാൻ ഇതിന് സൃഷ്ടാവിനെ ചോദിക്കുമ്പോൾ ദൈവത്തിന് എവിടെ അത് ചോദിക്കേണ്ടി വരത്തില്ലേ? അപ്പം അതിനെയാണ് അഡ് ഇൻഫിനിറ്റം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഞാൻ അനന്തമായ എനിക്ക് തിരിച്ച് ഈസി ആയിട്ട് പറയാൻ പറ്റും. ദൈവത്തിന് മുകളിൽ ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇയാൾ പറയുമ്പോൾ അർത്ഥശൂന്യമായിട്ട് അവർ വിശ്വസിക്കുന്നത്. അതാ പ്രശ്നം. മറ്റേതങ്ങനല്ല. ഈ ഉള്ള ലോകം, ഈ നമ്മൾ അനുഭവിക്കുന്ന ലോകം നിരന്തരം മാറുന്നതാണ്. അത് ഉള്ളതാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറുന്നതിനകത്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റിയതിനെയാണ് നമ്മൾ ക്യാമറ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതിനെ പലതരത്തിൽ അടുക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യും എന്ന് കണ്ടെത്തുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൗശലം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ അറിവ് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സാർ ഈ ഖുർആൻ അല്ലെങ്കിൽ ബൈബിള് ഒന്നും ആവശ്യമുള്ളതല്ല. ഒന്നും വിശ്വസിക്കുകയല്ല. അതൊക്കെ പണ്ട് കാലത്തെ നമ്മൾ ഈ ലോകത്തിനെ പറ്റിയ ഒന്നും അറിഞ്ഞുകൂടാത്ത കാലത്ത് ആളുകൾക്ക് ഉത്തരം പറയാൻ ബാധ്യത വരും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 1000 വർഷം മുമ്പ്, അല്ലെങ്കിൽ 5000 വർഷം മുമ്പ്, അല്ലെങ്കിൽ 50000 വർഷം മുമ്പ് ഒരമ്മയും അച്ഛനും അല്ലെങ്കിൽ ഒരു കൂട്ടം അഡൽട്ട് നമ്മൾ പറയുന്ന പ്രായമായവർ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് മാങ്ങ താഴോട്ട് വീഴും, മഴ താഴോട്ട് വീഴും, ഈ ചന്ദ്രൻ എന്താ താഴോട്ട് വീഴാത്ത എന്ന് ചോദിച്ചാൽ എന്തുത്തരം ഈ പ്രായമായവർ പറയും? എന്ത് പറയും? ഗുരുത്വാകർഷണം വല്ലതും വേണേൽ പറയാൻ പറ്റും. ഗുരുത്വാകർഷണം നമുക്ക് ഇയാൾ ആലോചിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛനും അമ്മയാണ് അല്ലെങ്കിൽ പ്രായമായവരാണ് അവർ. അവർക്ക് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. അപ്പോൾ അവർ പറയും അത് ഒരുത്തൻ ആണി അടിച്ചു വെച്ചതാന്ന് പറയും. ഉത്തരവാണ്. ആ ഇരിക്കുന്ന കുട്ടികൾക്ക് അപ്പം തന്നെ മനസ്സിലാവും അത് ശരിയാണ്, ആണി അടിച്ചാൽ അവിടെ ഇരിക്കും. അപ്പോൾ ആണി അടിച്ചു വെച്ചതാണ്. ഇവ ഓടിപ്പോയിട്ട് അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് അത് ആണി അടിച്ചു വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് നേരം ഉത്തരം ശരിയാണ്, എല്ലാവർക്കും മനസ്സിലായി. കുറച്ച് നേരം കഴിഞ്ഞായിരിക്കും ഒരാൾ ചോദിക്കുന്നത് അല്ല അത് ആരാ ഈ ആണി അടിച്ചത്? അപ്പം നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പം വീണ്ടും വന്നിട്ട് ചോദിക്കും അത് ഉമ്മാക്കിയ. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് പറയും, കൂട്ടുകാരോട് പറയും അത് ഉമ്മാക്കിയാണ് അടിച്ചത്. അപ്പോഴും പോവും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ല ഈ ഉമ്മാക്കിയെ എങ്ങനെയാണ്, ആരാണ് ഉമ്മാക്കി, ആരാ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം വരും. ഈ ചോദ്യം വരുമ്പോഴാണ്
ഇനി ചോദിക്കരുതെന്ന് പറയുന്നത് പറയും അത് ചോദിച്ചുകൂടാ, ദൈവത്തിൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചുകൂടാ എന്ന് പറയുന്ന ഉത്തരം പറയാൻ ബാധ്യത വരുന്ന അങ്ങനെ. പക്ഷേ ഇവർക്ക് ഈ കുട്ടിയെ വളർത്തേണ്ട ആവശ്യമുള്ളത് കാരണം കൊണ്ട് ഇതുപോലത്തെ ഉത്തരങ്ങൾ പറയാൻ ബാധ്യത വരും. നമുക്ക് അറിഞ്ഞുകൂടാത്തപ്പോഴും നമ്മളവരെ വളർത്തുന്നത് കൊണ്ട് അത്തരത്തിൽ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ പഴയ കാലത്ത് അവർക്ക് അറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ തന്നെ അവർ ഉത്തരം പറയാൻ ബാധ്യത വന്നുകൊണ്ട് പറഞ്ഞ ഉത്തരങ്ങളാണ് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയൊക്കെ. അല്ലാതെ ഇയാളെ വിചാരിക്കുന്ന പോലെ അറിവിൻ്റെ സംഭാരമൊന്നും അല്ലത്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, സാറ് പറയുന്നത് ഈ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി എഴുതിയതാണെന്നാണ്, അല്ലാതെ ദൈവത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അല്ലാന്നാണോ വിശ്വസിക്കുന്നത്? വിഷയം അറിയാവുന്നതുകൊണ്ടായി പറയുന്നേ. മുഹമ്മദ് നബി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇത് ദൈവം പറഞ്ഞിട്ടാണ് എനിക്ക് നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാലല്ലാതെ നാട്ടുകാർ, അതുകൊണ്ടാണ് ഗുഹയിലും കയറിയിരിക്കും, എവിടെങ്കിലും കയറിയിരുന്ന് മറ്റുള്ളവർക്ക് ഈ പറയുന്ന കാര്യം അയാൾ പറഞ്ഞതല്ല എന്ന് തോന്നുന്ന നിലവാരത്തിൽ അത് പറയുക എന്നുള്ളത് വഴിയാണ്. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, അതായത് അപ്പം അങ്ങനെ ഒരു വ്യക്തി മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ അല്ല ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അതായത് ദൈവദൂതൻ എന്ന് സാർ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ദൈവമില്ലാത്ത ഒരാൾക്ക് ദൂതനുണ്ടെന്ന് സാർ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ദൈവദൂതൻ എന്ന് വിശ്വസിക്കുന്ന, ഞങ്ങൾ അവസാനത്തെ അന്ത്യപ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പോൾ സ്വാഭാവികമായിട്ടും സാറ് പറഞ്ഞു മുഹമ്മദ് നബി എഴുതിയ അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ വേണ്ടി, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, അറബികളിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സമയത്ത് ആട്ടിടയന്മാരിലേക്ക് എത്തിക്കാൻ വേണ്ടി എഴുതിയൊരു ഒരു സംഗ്രഹം മാത്രമാണ് ഖുർആൻ എന്നാണ് സാർ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുമില്ല പറഞ്ഞത് പിന്നീടാണ് അത് പലരുടെയും പല സഹാബികളിൽ കൂടി എത്തി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഈ ഫിർഔൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കടലിൻ്റെ അടിയിൽ അഗാധങ്ങളിൽ കിടപ്പുണ്ട്, അത് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഫിർഔൻ എന്ന് പറയുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ നോസിൽ കണ്ടെത്തിയത് ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈജിപ്തിലാണെന്ന് തോന്നുന്നു. ഈജിപ്തിൽ മ്യൂസിയത്തിലുണ്ട്. ഈ പറയുന്ന ഒരു സാധനവും ശാസ്ത്രീയമായിട്ടില്ല. ഇയാളെ കഥയ്ക്കകത്ത് ഇയാളെ ഖുർആൻ പഠിപ്പിച്ചവർ തന്നെ പറഞ്ഞ കഥയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ അങ്ങനെ ഒരു ഈ പറഞ്ഞത് തന്നെ തെറ്റാണ്. അത് അങ്ങനെ ഒരു സാധനം ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ പറഞ്ഞ കഥയ്ക്കകത്തുള്ള ഒരു സാധനവും ഇല്ല. അത് ഇല്ലെന്ന് അറിയുന്നത് നമ്മൾ ഇയാൾ യൂട്യൂബ് മുഴുവനും കൂടെ എടുത്താലേ തന്നെ പോലുള്ളവർ ഈ കഥ പഠിപ്പിച്ചവർ ഉണ്ടാക്കിയ യൂട്യൂബിനകത്തു നിന്നേ കിട്ടത്തുള്ളൂ. അല്ല, ശാസ്ത്രത്തിനകത്ത് ഇല്ല ഇതൊന്നും. ഉണ്ട് തീർച്ചയായിട്ടും. ശാസ്ത്രജ്ഞന്മാരുടെ ലോകത്ത് ഇതൊന്നുമില്ല. ഈ പറയുന്ന ഒരു സാധനവും അല്ലെങ്കിൽ ഒരിക്കലും സയൻസും വിശ്വാസവും വെച്ച് തമ്മിലടിച്ചാൽ വിശ്വാസം ജയിക്കുകയല്ല. ഇല്ല, വിശ്വാസമൊക്കെ ഇയാൾ കൈവച്ചോ? ഇയാളുടെ ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഞാൻ ഈ വിശ്വാസം തെറ്റാണെന്ന് പറയാനോ ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത്. എനിക്കിതൊന്നും യാതൊരു താല്പര്യമില്ല. അത് ഖുർആൻ എഴുതിയാലും അതെന്തിനാണ് അറേബ്യൻ ഭാഷയിൽ എഴുതിയെന്നുള്ളതിന് ഉത്തരം പറയാൻ ബാധ്യത വരും. അപ്പോൾ അത് കുറേ അറേബ്യൻ ഭാഷ ലോകത്തുള്ളവർക്ക് എല്ലാം അറിയാൻ വേണ്ടിയാണല്ലോ എഴുതുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ദൈവം തമ്പുരാനാ പറഞ്ഞെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഭാഷയിൽ എന്താ എഴുതാഞ്ഞ്? അതിൽ എല്ലാവർക്കും ഭാഷയായിട്ടൊരു ഭാഷ ഇല്ലല്ലോ. അപ്പോൾ അത്ര വിവരമില്ലാത്ത ദൈവമാണ് അതെല്ലാം ഉണ്ടാക്കിയെന്ന് മനസ്സിലാകണം. അല്ല ഞാൻ പറയാം, എല്ലാവർക്കും അത്രയാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, അല്ല അത് കൃത്യം മറുപടി സാറ് മാത്രമേ പറഞ്ഞു, എനിക്ക് പറയാൻ അവകാശം തരുന്നില്ല. ഇയാൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. 1700 വർഷം മുമ്പ് മുഹമ്മദിന്റെ അച്ഛൻ ഈ സാധനം അറിയാതെ പോയില്ലേ? എത്ര മര്യാദ കേട്ട പണിയാത്. അതെന്താ? അയാൾക്ക് ഇത് അറിയാൻ പറ്റില്ല. അയാളുടെ അപ്പൂപ്പന് പറയാൻ പറ്റത്തില്ലല്ലോ. കറണ്ട് എത്ര താമസിച്ചാണ് ഈ വിവരമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അല്ല, അതിനു മുമ്പും പ്രവാചകരുണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് പ്രവാചകരുണ്ടായിട്ട് പിന്നെ പുതിയതായിട്ട് ഇയാൾ എന്തിനാ പറയാൻ പറ്റുന്നത്? അന്ത്യപ്രവാചകനാണ്. അപ്പൊ അന്ത്യപ്രവാചകൻ എന്തിനാകുന്നത്? അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആർക്കും വിവരം വേണ്ടേ? അല്ല, അതിനുശേഷമാണ് തന്നെ പോലുള്ള ആൾക്കാരാണല്ലോ ഇപ്പൊ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇയാൾക്ക് തന്നെ എന്നെ ബോധ്യമാക്കാൻ പോലും ഇയാൾക്ക് പറ്റുന്നില്ല. തീർച്ചയായിട്ടും ബോധ്യമാക്കാം. എങ്ങനെ വരും? അസാധ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ബോധ്യമാകരുത് എന്ന് സാറ് വിചാരിച്ചപ്പോൾ പറ്റത്തില്ല. വിവരക്കേട് ഉണ്ടെങ്കിൽ മാത്രമേ സമ്മതിക്കാൻ പറ്റത്തുള്ളൂ. കാരണം താൻ ഈ പറയുന്ന ഒരു സാധനത്തിനകത്തും അല്പം പോലും വിവരമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടത്തിനും ബീജത്തിനും ജീവനില്ലെന്ന് വരെ വിചാരിച്ചിരുന്ന ഒരാളാണ് താനാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ന്യായമൊക്കെ. അപ്പൊ തന്നെ എനിക്ക് കാണരുതോ? സാമാന്യനെ അറിയേണ്ട അറിവ് പോലും തനിക്കില്ല. ഇല്ലാതിരിക്കുന്ന ഒരാൾ പറഞ്ഞ സാധനത്തിന് മേളിലാണല്ലോ ഞാനിതൊക്കെ പറയാനേ.
എന്നെ സംബന്ധിച്ചോളം തൻ്റെ ഈ ഒരു ആർഗ്യുമെന്റും ആവശ്യമില്ല ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ. പറയട്ടെ, എല്ലാം തികഞ്ഞ ആരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. സാറിനും കൃത്യമായിട്ട് ഞാൻ എല്ലാം തികഞ്ഞത് ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് അന്ത്യപ്രവാചകൻ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാ തന്നെ. അല്ല 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 100% അയാൾക്ക് തകർവും തേഞ്ഞാണെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ട്. 100% അത് തന്നെ. ഇയാള് അന്ത്യപ്രവാചകന് സർവ്വതും തകഞ്ഞല്ലേ? സർവ്വം തികഞ്ഞാണ്. അപ്പൊ കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാ. അല്ല ഞാൻ പറയട്ടെ, ഞാൻ സർവ്വം തകഞ്ഞാ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് വേറെ അതായത് സർവം എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ സർവ്വം അറിയാവുന്ന ആളാണ്. ഞാൻ സംസാരിക്കട്ടെ. എല്ലാം തികഞ്ഞ വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞെന്നാ പറഞ്ഞത്. ഞാൻ എല്ലാം തികഞ്ഞെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവസാനത്തെ എല്ലാം തികഞ്ഞ വ്യക്തിത്വം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം എഴുതിയ വെറും ഒരു പുസ്തകമാണെന്ന് പറയുന്ന ഖുർആന്റെ അതെങ്ങനെ അപ്പോ ഞാൻ പറഞ്ഞ അതിനേക്കാളും മെച്ചപ്പെട്ട പുസ്തകം എഴുതാൻ അറിയാവുന്ന ആളാണ് ഞാൻ സർവ്വവും തികഞ്ഞ ആളാണ്. 2000 ഞാൻ സർവ്വവും തികഞ്ഞ ആളാണ്. എനിക്ക് ആവശ്യമില്ല മറ്റേ ആളെ. അത്രേ ഉള്ളൂ. അത് സാറിന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായമാണ് അത്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കരുത്. എന്തുകൊണ്ട്? അതെന്തിനാ അടിച്ചേൽപ്പിക്കും? പിന്നെ അല്ല, ഇയാളതല്ലേ എന്നോട് ചെയ്തോണ്ടിരിക്കുന്നത്. സർവ്വം തികഞ്ഞ ഒരുത്തനുണ്ട്, അറേബ്യയിലുണ്ട്, അവനെ പറയുന്നത് ഞാൻ കേൾക്കണമെന്ന് ഇയാൾ ഇപ്പൊ പറഞ്ഞിട്ടിരുന്നേ. അല്ല കേൾക്കണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ എന്തിനാണ് ഇയാളെ അത് പറയുന്നത്? ഞാനേതാ പറഞ്ഞത്? മുഹമ്മദ് എന്ന് പറയുന്ന ലോകത്ത് എഴുതിയ ഒരു പറയട്ടെ എഴുതിയ വെറും ഒരു ബുക്ക് മാത്രമല്ല, ബുക്ക് മാത്രമാണെന്ന് പറഞ്ഞത്. അസംബന്ധം പിടിച്ച ബുക്കും കൂടാ, മുഴുവൻ അസംബന്ധമാണ്. ചന്ദ്രനെ പിളർത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. ചന്ദ്രനെ പിളർത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. സാറിന് എങ്ങനെ പറയാൻ പറ്റും? അല്ല, അതില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? എനിക്കറിയാം. അതെങ്ങനെ സാറിന് അറിയാം? എനിക്കറിയാം. അതെങ്ങനെ അറിയാം? ഇയാൾക്ക് എങ്ങനെ അറിയാം? ഞാനത് വിശ്വസിക്കുന്നത്. അയാൾ വിശ്വസിക്കുന്നേ ഉള്ളൂ. എനിക്കറിയാം. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അല്ലെ, ചന്ദ്രനെ ഉരുണ്ടായിരിക്കുന്നത് അതെങ്ങനെ കണ്ടു? നമ്മൾ ഇഷ്ടംപോലെ പടം എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ക്യാമറ ഇന്ന് രാത്രി ചന്ദ്രഗ്രഹണമുള്ള ഉരുണ്ടായിരിക്കുന്നത്. സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഈ സാഹചര്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഭൂമി ഉണ്ടാക്കിയതല്ല, പ്രപഞ്ചം ഉള്ളതാണ്. അപ്പൊ പിന്നെ സാറിപ്പോ പറഞ്ഞു വന്നു പ്രപഞ്ചം ഉള്ളതാണ്. സാറിപ്പോ പറഞ്ഞു വന്നു. ഫോട്ടോയിലൂടെ കണ്ടെന്നു. ഫോട്ടോയിൽ ദിവസവും കാണും. അതെങ്ങനെ കണ്ടു? എന്തുകൊണ്ട്? അത് ഉണ്ടായതല്ലോ, ഉണ്ടാക്കിയതല്ലേ? അല്ല, ആ ഫോട്ടോ ഉണ്ടാക്കിയതല്ല. അല്ല, പിന്നെ അത് എടുക്കുന്നതാണോ? രൂപമാറ്റം വന്നാണോ? അങ്ങനെയാണ്. എന്താണ് ഇയാൾ ലോകത്തുള്ള സാധനമാണിതല്ല. ചന്ദ്രൻ മാത്രമല്ല ഉരുണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് കാണുന്ന എല്ലാ നക്ഷത്രവും ഉരുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. ഭൂമി ഉരുണ്ടാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലായി? ഞാൻ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് അതിന് 1000 വർഷം മുമ്പേ അറിയാം. 1000 വർഷം മുമ്പേ ഈ ഖുർആനിൽ പറയുന്നതിന് 1000 വർഷം മുമ്പേ അറിയാം. ആർഗ്യുമെന്റിന്റെ സിദ്ധാന്തത്തിനകത്ത് ഉണ്ട്. അതൊക്കെ എന്നേ കണ്ടുപിടിച്ച സാധനം അതൊക്കെ, അല്ലാതെ അതിനകത്ത് കൂടുതലൊന്നും ഇല്ല. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, അഗാധത്തിൽ കിടക്കുന്ന ഒരു കിട്ടുക എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഇയാൾ പറയുന്ന സാധനം ഒന്നും കിടക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കും. ഇയാൾ ആ ഖുർആനിൽ പറയുന്ന മുങ്ങിക്കപ്പൽ 1400 വർഷം, AD 1400 വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിക്കപ്പൽ കണ്ടുപിടിച്ചിട്ടില്ല. ടൈറ്റാനിക് മുങ്ങിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 60-70 വർഷം മുമ്പാണ് ഈ ഫിറൗന്റെ മൃതദേഹം കടലിലടി. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഖുർആനിൽ എങ്ങനെ വന്നു? അതാണ് എന്റെ ന്യായമായ ചോദ്യമാണ്. അത് ആര് പറഞ്ഞ് എഴുതിപ്പിച്ചു എന്ന് പറയുന്നത്? ആര് പറഞ്ഞ് എഴുതിപ്പിച്ചു? ഏത് കഴുത ആ കാലത്തുള്ളവനും എഴുതാം. അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഴുതാം. പക്ഷെ അതെങ്ങനെ അത് ഇതുമായിട്ട് ഇയാൾ അസോസിയേറ്റ് ചെയ്യുന്നതല്ലാതെ ശാസ്ത്രീയമായ യാതൊരു സാധനമല്ല ഇതൊന്നും. സാർ ഇപ്പൊ പറയുന്ന ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം കൂടി. അതായത് സാർ ഇപ്പൊ പറഞ്ഞ എല്ലാം ഞാൻ അംഗീകരിക്കാം. വേറൊരു മൃതദേഹം കൊണ്ടുപോയിട്ട് എടുത്താന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം. പക്ഷെ അങ്ങനെ എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം 8.5 അടി നീളമുള്ള ഒരു മൃതദേഹമാണ്. ഇന്ന് ഏത് മനുഷ്യനെ 8.5-9 അടി നീളമുള്ളത്? ആ ഒരു മൃതദേഹം കിട്ടി ഇന്നും അഴുകാതെ ആ നദിയിൽ നിന്നും കൃത്യമായിട്ട് അത് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് സത്യമല്ലേ? അല്ല, അസംബന്ധം. അതെങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അത് ആര് പറഞ്ഞു കൊടുത്തു? ആരും പറഞ്ഞു കൊടുക്കണ്ട. ഇയാൾ ഈ പറയുന്ന മുഴുവൻ അസംബന്ധം അടിച്ച കാര്യങ്ങളാണ്. ലോകമായിട്ട് ഒരു ബന്ധവും ലോകത്തിൽ നടന്ന കാര്യം. ഞാനിതൊരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന പറയുന്നത്. ഫിറൗൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ശരീരം കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞത് കൃത്യമായിട്ട് നടന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഖുർആനിൽ എങ്ങനെ എഴുതാൻ സാധിച്ചു? ഈ സാധനങ്ങളൊന്നും അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതൊന്നും ശാസ്ത്രീയമായിട്ടുള്ള ലോകവും അല്ല, ശാസ്ത്രീയമായ ഒരു തെളിവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, അവിടുന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് രണ്ടും കഥയല്ലാതെ ലോകത്തില്ല. ഫിറൗന്റെ മൃതദേഹമാണെന്ന് അത് തെളിഞ്ഞിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഫിറോ എന്ന് പറയുന്നത് ഫെറോവയാണ്. ഫിർഔൻ എന്ന് അത് തന്നെ, ഫറോവയിലെ ഫിർഔൻ എന്ന് പറയുന്ന രാജാവായിരുന്നു. രാജാവ് മൂസ നബി അലൈഹി സ്വലാം എന്റെ കുറച്ച് കഥകളുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പം ഇന്ന് കഥ തീരെയല്ല. അങ്ങനെ അവിടെ മുങ്ങിപ്പോവുകയും അവിടെ പതിഞ്ഞു പോയി ചാവുകടൽ 2ആയിട്ട് പിരിക്കുക, അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട് അതിൻ്റെ അകത്ത്.
അത് അതിനകത്ത് മാത്രമല്ല, ബൈബിളിലുണ്ട്. ബൈബിളിലുണ്ട്. അതല്ലേ ഞങ്ങൾ തോറായിക്കകത്തുണ്ട്. അതാണ് ഈ ബൈബിളിന്റെ പഴയ നിയമം തന്നെയാണ്. എന്താ ഏകദേശം 75% ഇയാൾക്ക് അതിന് മുമ്പുള്ള കഥ അറിഞ്ഞൂടല്ലോ. ഇഞ്ചിലിന്റെ എന്താണ് അല്ല ഈ പറയുന്നേ, അത്യാവശ്യം തോറ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് അതിനകത്ത് വായിച്ചിട്ടുണ്ടോ? ഏതാ തോറ എന്ന് പറഞ്ഞ ഗ്രന്ഥം? ബുറാക്കാണോ? ബുറാക്ക് മൂസാ നബി വസ്സലാമിന് തോറ എന്ന് പറയുന്നത് ജൂതന്മാരുടെ ഗ്രന്ഥമാണ്. അതിനു മുമ്പ് ഗിൽഗമേഷ്, ദ സ്റ്റോറി ഓഫ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അത് ഇതിന്റെ മുമ്പുള്ളതാ. അതിനകത്ത് എഴുതിയിരിക്കുന്ന കഥകളാണ് ഇതിനകത്തുള്ളതല്ല. അതുകൊണ്ട് ഈ മനുഷ്യന്മാർ പണ്ടേ തൊട്ട് പറയുന്ന കുറെ കഥകളാണ് ഇതൊക്കെ. ഈ കഥകളിനകത്തുള്ള ഒരു സാധനവും ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഇയാൾക്ക് വിശ്വസിക്കുന്ന ഒരാളായത് കാരണം കൊണ്ട് ഇയാൾക്ക് എന്ത് വേണേലും വിശ്വസിക്കാൻ എനിക്ക് എതിരുമില്ല. അത് ഇയാളുടെ കയ്യിലിരുന്നോ? അത് ഞാൻ അതിനെ മേളിലുള്ള ഡിസ്പ്യൂട്ടിലോ അല്ല. തീർച്ചയായിട്ടും. ഡയനോസോറസിനെ പറ്റി എഴുതിയിട്ടുണ്ടോ? ഏതാ? ഇതിന്റെ ഇയാളുടെ ഖുറാനില് 1400 വർഷങ്ങൾക്ക് മുമ്പല്ലോ, 5000 വർഷങ്ങൾക്ക് മുമ്പല്ലേ ഡൈനോസോർസ്? അല്ല ആണ് 6 കോടി വർഷം മുമ്പ്. 6 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. 6 കോടി വർഷം മുമ്പ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള AD 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയായി പറയുന്നത്. അപ്പൊ ഞാനീ പറയുന്നത് അതിനു മുമ്പ് ഇസ്ലാം ഇല്ല എന്നുള്ള ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ട്. ഇസ്ലാം മതത്തിന്റെ മാത്രമല്ല, ക്രിസ്തു മതത്തിലും ഭൂമി ഉണ്ടായിട്ട് 6000 വർഷമായിരുന്നു. സാർ ഡൈനോസോഴ്സിനെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുകയല്ല, നമുക്ക് കാണരുത്. അവിടെ പോയി എവിടെ? ഞാൻ ഈ മ്യൂസിയത്തിനകത്ത് മുഴുവൻ പോയി കണ്ടിട്ടുള്ളതല്ലേ. അത് രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നതാണെങ്കിലും ഞങ്ങളെല്ലാം ഈ ശാസ്ത്രം പഠിക്കുന്നത്. അതെ, ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ തന്നെ പോലെ വിശ്വാസിയല്ല. അതുകൊണ്ട് തനിക്ക് എന്ത് അസംബന്ധം? നേരത്തെ പറഞ്ഞില്ലേ, മുമ്മാക്കി ഉണ്ടാക്കിയ ചന്ദ്രനെ പറ്റി ഇയാൾക്ക് പറയാൻ പറ്റും. അതുപോലുള്ള വിശ്വാസങ്ങൾ വയസ്സാം കാലത്ത് പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഒരർത്ഥവും ഈ മേഖലകളിലില്ല. അതിനകത്ത് അത് വെച്ചിട്ടൊന്നും ഒരു ചർച്ചയും നമുക്ക് സാധ്യമല്ല. ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന സാധനത്തിനകത്ത് ഒന്നൊന്നിനെ തിന്നുന്ന രീതിയിൽ ലോകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ദൈവത്തിനെ അടിച്ച് കൊല്ലും ഞാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിൽ ഉണ്ടാക്കേണ്ട വിവരമില്ലായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ. അപ്പോൾ വിവരമുള്ള ഒരു ദൈവത്തിനെ ഈ ലോകത്തൊന്നും ഉൽപ്പാദിപ്പിക്കാനൊക്കത്തില്ല. ലോകം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ വിവരക്കേടിൻ്റെ കൂത്തരങ്ങ്. പുല്ല് തിന്നുന്ന ആട്, ആടിനെ തിന്നുന്ന കടുവ, കടുവയെ തല്ലിക്കൊല്ലുന്ന മനുഷ്യനുമൊക്കെ ആയിട്ട് ഈ ലോകം വല്ലവർക്കും ഉണ്ടാവും. വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൊവ്വേനേരം ഉണ്ടാക്കാതെ നീ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ തെറ്റിപ്പറ്റുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. നമുക്ക് തന്നെ അറിയാവുന്ന ചരിത്രത്തിനകത്ത് 5000 കൊല്ലമായിട്ട് ഇത് തന്നെ ഉണ്ടായിരുന്നു. ഇനി തൻ്റെ തന്നെ ജീവിതത്തിനകത്ത് എടുത്താൽ ഒരു 25 വർഷമായിട്ട് താൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ചോറെല്ലാം. വല്ല കാര്യമുണ്ടോ? വേറെ നെല്ലാകേണ്ട അതെല്ലാം നമ്മൾ വേവിച്ച് തിന്നേണ്ടി വരുന്നത്. എന്തൊരു ചെയ്ത്താടോ, വിവരം വേണ്ടിടോ ഈ ചെയ്തതാണെങ്കിൽ. അതേസമയത്ത് അങ്ങനെയല്ല, ഇത് മാറി തുടരുന്നതാണെന്ന് പഠിച്ചാൽ ഇതെങ്ങനെ ഇങ്ങനെ ആയെന്നോ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ജീവിക്കണേ കഴിക്കണ്ടേ? ആ ജീവികളെ കഴിക്കാം. കാര്യമുണ്ട്, അങ്ങനെയാണ് രൂപപ്പെട്ടത്. അല്ലാതെ അതിനകത്ത് ഇത് വിവരമുള്ള ദൈവം ഉണ്ടാക്കിയാൽ ഞാനും സാർ അതിൻ്റെ അകത്ത് ഇപ്പം സാറ് പറഞ്ഞത് സെയിം പോയിന്റ്, കഴിക്കുന്നു ഇതെല്ലാം തിന്നുന്നു. പക്ഷെ അതിന്റെ മുകളിൽ ഞാൻ ദൈവം ഇത് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. താൻ ദൈവത്തിനെ ഉണ്ടാക്കിയാൽ വിവരം കെട്ട ദൈവത്തിനെ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിലാണ് ഈ ലോകം നിൽക്കുന്നത്. അത് ദൈവം, ഞാൻ പറയട്ടെ, ദൈവം ഉപജീവനം അല്ലെങ്കിൽ കഴിക്കുന്നതിന് കൃത്യമായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ ഏതെങ്കിലും മനുഷ്യനെ കഴിക്കുന്നതൊക്കെ പറയുന്ന വെറും അസംബന്ധങ്ങളായിട്ടുള്ള ഖുർആൻ ആണെങ്കിലും ഭഗവത്ഗീത ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഏത് ഗ്രന്ഥമാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ല അല്ലെങ്കിൽ നിന്റെ അപ്പുറത്ത് നിൽക്കുന്നവനെ അടിച്ചു കൂട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ട്? ഈ മുഴുവൻ. അപ്പൊ ഇതൊക്കെ നല്ലതല്ല. ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഭഗവത്ഗീത ആയാലും ബൈബിൾ ആയാലും ഖുർആൻ ആയാലും മറ്റുള്ളവരെ പറയുന്നത്, ഒരാളെ കൊല്ലാൻ പറയുന്നത് എവിടെയാ? മുഴുവൻ സ്ഥലത്തും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ, വിശ്വാസം വിട്ട ആൾക്കാരെ ഒക്കെ കൊല്ലാൻ പറയും. ഏത്? ഖുർആനിലോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം വിട്ടിട്ട് പോയാൽ, ഞാൻ വിശ്വാസിയായിരുന്നവൻ വിട്ടുപോയാൽ അവനെ കാച്ചും. അവനെ കാച്ചാനെന്ന് പറയുന്നതായിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അവരോട് ചോദിക്കണ്ട. കൊന്നവനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൊന്നവനെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുന്നതിനെ പറ്റി ആലോചിച്ചുകൂടാ. കൊല്ലുന്ന ലോകം എന്തിനാടോ ഉണ്ടാക്കിയേ? ഒന്നൊന്നിനെ കൊല്ലുന്ന ലോകം എന്തിനാ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ ചോദ്യം. കൊന്നു തിന്നുന്ന ലോകം ഉണ്ടായത് താനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഉണ്ടാക്കിയവനാണെങ്കിൽ വിവരമില്ലാത്ത ദൈവമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. കാരണം അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന ദൈവം കൂടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്നേ ഈ പണി നിർത്തിയാൽ. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അപ്പോഴും ഞാനൊരു ചോദ്യം, കൊള്ളാവുന്ന ദൈവത്തിനെ ഇയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കൊള്ളാവുന്ന ദൈവമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇയാളുടെ വിശ്വാസത്തിനെ ഞാൻ മാറ്റാനായിട്ടല്ലോ നമ്മൾ രണ്ടുപേരും കൂടെ ഡിസ്കഷൻ അകത്ത് നിൽക്കുന്നുണ്ട്, പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഇയാൾ മാറണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാനീ പറയുന്നത് ഒന്നൊന്നിനെ ആഹരിക്കുന്ന നിലവാരത്തിൽ ലോകം നിർമ്മിച്ചത് വിവരമുള്ള ഒരാളല്ല.
ഇയാളിപ്പം ഇയാളുടെ കുഞ്ഞിനെ തിന്നുന്ന നിലവാരത്തിൽ ഒരു ജീവി വന്ന് തൻ്റെ കുഞ്ഞിനെ സാർ ഈ പറയുന്ന ഒറ്റ ടോപ്പിക്കിലാണ് നിൽക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഒരു കടുവേനെ കുറുക്കനെ തിന്നുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുന്നു എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ നെല്ല് ലോകത്ത് മുഴുവൻ സാധനത്തിനെ പരസ്പരം കഴിക്കണ്ടേ മനുഷ്യന് ജീവിക്കാൻ. എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്? ആ കാടിൽ മുഴുവൻ മൃഗങ്ങളാണ്. ആ മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കണമെങ്കിൽ ലോകമുണ്ട്. സാറ് പറഞ്ഞത് വെച്ചാൽ ഞാൻ പറയുന്നത്. ലോകം ദൈവം ഉണ്ടാക്കിയിട്ടില്ല, ലോകം ഉള്ളതായിരുന്നു. സാറ് പറഞ്ഞ ആ പോയിന്റിലേക്ക് ഞാൻ വന്നു. ലോകം ഉള്ളതായിരുന്നു. ആ ലോകത്തിന് മുഴുവൻ കടുവകളും കുയിലുകളും മറ്റു മൃഗാദികൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജീവിക്കാൻ ഉപജീവനം കഴിക്കേണ്ട അതുകൊണ്ട് ദൈവം തെറ്റാണെന്ന് പറയുന്നത്. ദൈവം തെറ്റല്ല, ദൈവം വിവരം കെട്ടവനാണെന്ന്. കിട്ടിയാൽ അടിക്കും. ഏത് നായിന്റെ മോനെ ദൈവം ആയാലും ഞാൻ അടിക്കും അവന്. അതിന്റെ റീസൺ ഇതാ, ലോകത്തിലെ ഒരു സാധനത്തിനെ മറ്റൊന്നിനെ തിന്നുന്ന നിലവാരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദൈവം വിവരം കെട്ട ദൈവമാണ്, നീതിയില്ലാത്ത ദൈവമാണ്, കള്ളനും ചതിയനുമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പമ്മിയിരുന്ന് ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയതിൽ നിന്ന് പഠിക്കാത്ത ദൈവവും കൂടാണ്. അപ്പോൾ സാർ എന്താ കഴിക്കുന്നത്? വീണ്ടും ഞാൻ എന്താ കഴിക്കുന്നത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തന്നെ വേവിച്ച് ഞാൻ തിന്നും, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയാ. അതിനകത്ത് അല്ല, അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്നെ ദൈവം ഉണ്ടാക്കിയതല്ല, അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. എന്നെ ദൈവം ഉണ്ടാക്കിയതല്ലെന്ന്, തനിക്കാണ് ആ പ്രശ്നമുള്ളത്. വിവരമുള്ള ദൈവത്തിനെ തനിക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഏത് മനുഷ്യന് ജീവിക്കണമെങ്കിൽ കഴിക്കണം എന്തെങ്കിലും. അതാ വിവരം കെട്ട ദൈവം ഉണ്ടാക്കിയ ദൈവം എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് താൻ പറഞ്ഞു തരേണ്ടത്. പിന്നെ എങ്ങനെ ഉണ്ടാക്കണമായിരുന്നു? അതാണ് തിന്നാതെ നമുക്ക് റോബോട്ടിനെ പോലെ ജീവിക്കണം. നമുക്ക് മനുഷ്യനല്ല ഉണ്ടാക്കിയത്, ദൈവം കഴിക്കാതെ ജീവിക്കണമെങ്കിൽ റോബോട്ട് ആയിരിക്കണം. ആ റോബോട്ടിനെയാണ് മനുഷ്യനുണ്ടാക്കിയത്. ഞാൻ അതിനും കഴിവ് തന്നിരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇയാളുടെ വിശ്വാസങ്ങളായി പറയുന്നത്. റോബോട്ടിന് തിന്നാതെ ജീവിക്കുന്നതിന് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കുള്ള നീതി പോലും മറ്റേതിനില്ല, ഈ പറയുന്ന ദൈവത്തിനില്ല. നമുക്ക് വിവരം ഉണ്ടായപ്പോഴാണ് നമ്മളിതൊക്കെ കാണുന്നത്. മറ്റുള്ളവരെ തിന്നരുത്, കൊല്ലരുത് എന്ന് പറയുന്ന ഉപദേശമൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കൊല്ലുന്ന ലോകമായതുകൊണ്ടാണ്. അത് മനുഷ്യരാരംഭിച്ചതല്ല ഈ കൊല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുല്ല് വളരുന്നത് പൂവുണ്ടായി അതിന് വേറെ ചെടിയാകാനാണ്, അത് ആടിന് തിന്നാനല്ല. ആടിന് തിന്നാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിന് മുള്ളുണ്ടാക്കാനും വിഷമുണ്ടാക്കാനും ഒക്കെ അതിന് ശ്രമിക്കേണ്ടി വന്നത്. കാരണം അതിനെ തിന്നാതിരിക്കാനാണ്, അതിൻ്റെ മേളിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ പണി മുഴുവൻ അത് ചെയ്തത്. ഈ സാധനം മുഴുവൻ, കാരണം അതിന് ഓടിപ്പോകാൻ പറ്റാത്ത കാര്യത്തിൽ ഉണ്ടായിപ്പോയത്. നമ്മൾക്ക് ലോകം എങ്ങനെയാണ് പരിണമിച്ചതെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് ഈ കൺഫ്യൂഷനൊന്നുമില്ല. പക്ഷെ താൻ പറയുന്ന ദൈവം ഉണ്ടെങ്കിൽ ആടി കൊടുക്കേണ്ടി വരും. നീതിയില്ലാത്ത ദൈവത്തിനെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിക്കാനൊക്കത്തില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. ലോകം ഉണ്ടാക്കിയതാണ് ഒരാളുണ്ടെങ്കിൽ അനീതി നിറഞ്ഞ ഒരാളാണ്. ലോകത്തിനകത്തെ സകല കുറ്റത്തിനും ആൾ ഉത്തരം പറയാൻ ബാധ്യത വരും. അതുകൊണ്ടാണ് അങ്ങനല്ല ഈ ലോകമെന്ന് അറിയുന്നത് കൊണ്ടാണ് നമുക്ക് ആ പ്രശ്നമില്ല. എനിക്ക് ഈ പ്രശ്നമില്ല, തൻ്റെ പ്രശ്നമാണ് അത്. ലോകത്ത് ജയിച്ചിട്ടുണ്ടോ അവൻ മണ്ടനാണ്. വിജയിച്ചവനെല്ലാം മണ്ടന്മാരാണോ? മമ്മൂട്ടി മൂലെല്ലാം മണ്ടന്മാരാണ്. വിജയിച്ചവന്മാർ മണ്ടന്മാരാണ്. സാറ് പറഞ്ഞ ഭയങ്കര കോൺട്രവേഴ്സി. സമജീവികളായിരിക്കുന്ന ആൾക്കാരെ കൊള്ളയടിച്ചവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അവര് അതിനകത്ത് സ്വന്തം കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും അല്ലേ കയറി വന്നത്? അല്ലല്ല, ഈ ഇവർ അഭിനയിച്ച സിനിമയ്ക്കകത്തെ ലൈറ്റ് ബോയുടെ പേര് പറ. ലൈറ്റ് ബോയുടെ പേര് എനിക്കറിയില്ല. അതറിഞ്ഞൂടാ. ഇയാൾ അതിനകത്ത് ആ സ്ക്രിപ്റ്റ് എഴുതിയതിന്റെ പേര് പറ. എങ്ങനെയാണ് തോന്നുന്നത്? ഈ മുഴുവൻ ആൾക്കാരെ ആഹരിച്ചവന്മാരവന്മാർ. കഥ എന്ന പടം മമ്മൂട്ടി അഭിനയിക്കുന്നു. അതിനകത്ത് ഹരിഹരനാണ് ഡയറക്ടർ. പുള്ളിക്ക് കൃത്യമായിട്ട് പേര് കിട്ടുന്നുണ്ട്. അയാൾ എഴുതിയ ഭാഷ ഏതാ? മലയാള ഭാഷ ഈ എഴുതിയവൻ്റെ ആണോ? താന് ഇവിടെ ഇരുന്ന് ഇപ്പം എന്നോട് സംസാരിക്കുന്ന സമയത്ത് താൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് തൻ്റെതാണെന്നാണല്ലോ ഇയാൾ വിചാരിക്കുന്നത്. ഇയാൾ ഉണ്ടാക്കിയതാണോ? അല്ല, വേറെ ഒരാളുണ്ടാക്കിയ. ഈ ആൾക്കാരുടെ മുഴുവൻ സാധനവും കൂടെ ചേർന്നാണ് താൻ ഇവിടെ ഇരുന്നിട്ട് ഈ വാചം അടിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ ആന്ധ്രയിൽ ഇരിക്കുന്നവൻ അരി ഉണ്ടാക്കിയത് കൊണ്ടാണ് താൻ ഇവിടെ ഇരുന്ന് വിണ്ടുന്നത്. മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും മറ്റുള്ളവരുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നവരാണ്. ഉണ്ടാകുന്ന ക്രെഡിറ്റ് കുറച്ച് പേരുടെ കയ്യിൽ പോകുന്നവരെയാണ് വിജയിച്ചവരെന്ന് പറയുന്നത്. അവർ മണ്ടന്മാർ മാത്രമല്ല, മര്യാദ കെട്ടവരാണ്. ശരിക്കും വാക്കതാ, മര്യാദ കെട്ടവരാ. മറ്റുള്ളവരുടെ ക്രെഡിറ്റും മറ്റുള്ളവരുടെ സ്വത്തും തട്ടിയവനാണ് ധനവാനായി തീരുന്നതും മഹാന്മാരായി തീരുന്നതും. അതാണ് സാർ. പക്ഷേ സാർ എന്നിട്ട് ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന മഹാത്മാഗാന്ധി ആണെങ്കിൽ സാർ എന്നെ മഹാത്മാഗാന്ധി അല്ല, ലോകത്തുള്ള ഏത് മഹാനും. അതായത് മഹാത്മാഗാന്ധിയുടെ പുറകിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു കൂട്ടിക്കോ. അവരുടെ നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന നിലയിൽ മഹാത്മാഗാന്ധി ആ മഹാത്മാവ് എന്ന വാക്കിന് അർഹനല്ലേ? അല്ല,
നേതൃത്വം കൊടുത്ത ആൾക്കല്ലേ നമ്മൾ അല്ല, അയാൾ നേതൃത്വം കൊടുക്കുന്നുണ്ടൊന്നും അല്ല അതുണ്ടാകുന്നത്. ബാക്കിയുള്ളവർ മുഴുവൻ എന്ന് പറഞ്ഞാൽ കുന്തം പിടിച്ച ആൾക്കാരും ഇല്ല, കുന്തത്തിൻ്റെ മൊനയാണ് ആര്യനെ കൊന്നതെന്ന് പറയുന്ന പോലെ. ഇത്രയാണ് ഇയാൾ പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരു കുന്തമുനയായിട്ടിരിക്കുന്ന ബാക്കിയുള്ളവരുടെ കയ്യിലാണ് ആ കുന്തമുനയുള്ളത്. അല്ല, നമ്മൾ പറഞ്ഞല്ലോ, അത് അതിന്റെ ക്രെഡിറ്റ് മുഴുവനും കുന്തത്തിന്റെ തുമ്പിനാണ് കടുവയെ കൊന്നത് എന്ന് പറയുന്ന ഇന്ത്യ ഗേറ്റിൽ ഏകദേശം എനിക്ക് ഒന്ന് 96,000-95,000 പേരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. ഒരു 50 കോടി ജനം ആ സമയത്ത്, 50 ഇല്ല 30 കോടി ജനം ഉണ്ടായിരുന്ന കാലത്ത് അതിനകത്ത് ഒരു 2 കോടിയെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് ആകെപ്പാടെ 95,000 പേരുടെ പേരാ. 95,000 പേരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചവരെന്ന് നമുക്ക്. അല്ല, അവരാണ് ഇവരുടെ ക്രെഡിറ്റ് അടിച്ചോണ്ട് പോയത്. അതെങ്ങനെയാണ് സാർ? അങ്ങനെ തന്നെയാണ്. വെടികൊണ്ട് സാർ മണ്ടനാണോ? ഞാൻ മണ്ടനല്ലെന്നുള്ള മാത്രമല്ല, ലോകത്ത് നല്ല വിവരമുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടൊന്നും അല്ല, എനിക്കത് അറിയാവുന്ന കാര്യം. സാറിനെ പോലെ ചിന്തിക്കുന്ന 10,000 പേര് നാട്ടിലുണ്ടായിട്ട് സാറ് നമ്മളിവിടെ വിളിച്ചിരുത്തി സംസാരിക്കുന്നത് പറയുന്നത് സാറിന്റെ കയ്യിൽ സംസാരിക്കാനുള്ള ടോപ്പിക്കുകളും വിവരവും വെളിവും വെള്ളിയാഴ്ച ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അപ്പൊ സാർ മണ്ടനാണോ? ഇയാൾ വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിവരമുള്ളവനായി മാറുന്നത്. ശരിയാ? അല്ല, പക്ഷെ എനിക്ക് ഇയാൾ വിചാരിക്കുന്നത് എല്ലാരെയും കുറിച്ചും പലതും വിചാരിക്കുന്നുണ്ടല്ലോ. ഇയാൾ വിചാരിക്കുന്നത് കൊണ്ടല്ല ഞാൻ മണ്ടനാകുന്നതും, വിചാരിക്കുന്നതുകൊണ്ടല്ല ഞാൻ ബുദ്ധിമാനാകുന്നത്. അതുകൊണ്ടാണ് ആ ആർജിച്ചത്. കണിശമാണ്. ഞാൻ മറ്റുള്ള മര്യാദ കെട്ടവനാണ്, ഞാൻ മാത്രമാണ് വിജയിച്ചത്. ഞാൻ വിജയിച്ച ആളല്ല, ഞാൻ വിജയിക്കുന്നേ ഇല്ല ജീവിതത്തിൽ. ഞാൻ വിജയിച്ച ആളല്ല. ലോകത്തെ ഏത് തരത്തിലും ബാക്കിയുള്ള ഏത് ആൾക്കാരുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരോടൊപ്പം ഇരിക്കുന്ന ആളാണ്. ഞാൻ വിജയിച്ച ആളാണെങ്കിൽ തനിക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല, തനിക്ക് മമ്മൂട്ടിയോ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടത്തില്ല. ഒരു സംശയം വേണ്ട. ഇന്ന് മറ്റുള്ള മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ അറിവ് മാത്രമാണ് എൻ്റെ അറിവ്. അവര് എന്നാൽ കടലിൽ നിൽക്കുന്ന മീനെ വലയിട്ട് പിടിക്കുന്നവർ. തീർച്ചയായിട്ടും. അപ്പോൾ വലയിട്ട് പിടിക്കുന്ന സമയത്ത് ആ മീനെല്ലാം തന്നെത്താൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വലുതായിട്ട് നിന്നത്, അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടല്ല വലയിട്ട് പിടിച്ചത്. ആ വലയിട്ട് പിടിച്ച മീനെ കൊണ്ടുവന്ന് വിറ്റിട്ട് ഞാനാണ് ഈ മീനെ മുഴുവൻ പിടിച്ചതെന്ന് പറയുന്ന പറച്ചിൽ പോലെ. ഈ പറയുന്ന ലോകത്തെ അറിവുകളാണ്. ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മലയാള ഭാഷ കണ്ടുപിടിച്ചത് അവരാണോ എന്ന് ചോദിച്ചത്. അതിനാണ് മലയാള ഭാഷ, നമ്മൾ മലയാള ഭാഷയല്ല നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത്. ആ ഭാഷ അത്രയും വികസിച്ച് നമുക്ക് രണ്ടുപേർക്കും ഇത്രയും നന്നായി അങ്ങോട്ട് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നതിന് കോടിക്കണക്കിന് മനുഷ്യരുടെ അധ്വാനം ഉണ്ട്. അവരുടെ മുഴുവൻ അധ്വാനത്തിന്റെ അറ്റത്തിരിക്കുന്നവർ മാത്രമാണ് നമ്മൾ. അറ്റത്തിരിക്കുന്ന, പക്ഷെ വിജയിച്ചവർ മണ്ടനാന്ന് പറയരുത്. വിജയിച്ച ആളല്ല ഞാൻ, വിജയിക്കത്തേയില്ല ജീവിതത്തിൽ. ഞാൻ മറ്റുള്ളവരുടെ ഒപ്പം മാത്രമാണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തനിക്ക് എന്നെ വിളിക്കാൻ പറ്റും, തനിക്ക് മോഹൻലാലിനെ വിളിക്കാൻ പറ്റത്തില്ല, മമ്മൂട്ടിയെ വിളിക്കാൻ പറ്റത്തില്ല. വേറെ ആളുകളെ താൻ അവരെ വിളിച്ചാൽ എടുക്കുകയുള്ളൂ, നേരിട്ട് കിട്ടത്തില്ല. അങ്ങനെ അവർ വിജയിച്ചിരിക്കാൻ പറ്റുള്ളൂ. തനിക്ക് മമ്മൂട്ടിയെ മാത്രമല്ല, പിണറായി വിജയനെ വിളിച്ചാലും തനിക്ക് കിട്ടത്തില്ല, മോദിയെ വിളിച്ചാലും തനിക്ക് കിട്ടത്തില്ല. തനിക്ക് താൻ വിളിച്ചാൽ, താനെന്നുള്ളതല്ല, കേരളത്തിൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരാളാണ്. ഞാൻ പരാജയപ്പെട്ട ആളാണ്, അല്ലാതെ വിജയിച്ച ആളല്ല. സാറിൻ്റെ അഭിപ്രായമാണ്, ഞങ്ങൾക്ക് അങ്ങനെയല്ല. അല്ല, അത് വേറെ. അത് ഇയാളെ അങ്ങനെ നേരത്തെ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന പോലെ വിശ്വസിച്ച അതവിടെ ഇരുന്നോട്ടെ. ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ ഉള്ള ഏത് മനുഷ്യനും എൻ്റെ അടുത്ത് എത്തിച്ചേരാനും എന്നോടൊത്ത് ജീവിക്കാനും പറ്റുന്ന ആളുകളാണ്. എനിക്ക് താഴെ ആളില്ല, മുകളിലും ആളില്ല. അവരെ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ മണ്ടയിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതുകൊണ്ടാണ് മുകഴച്ച് മറ്റുള്ളവരുടെ മണ്ടയിൽ ഇരിക്കുന്ന ഒറ്റ ഒരുത്തനെയും ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ എല്ലാവരുടെ ഒപ്പമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ലെവലിലാണ് ആ വിഷയം നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിജയിച്ചു എന്ന് നമ്മൾ പറയുന്നത് ആരെയെങ്കിലും പരാജയപ്പെടുത്താതെ പറ്റത്തില്ല. 8 പേരെങ്കിലും ഓടി തോറ്റാൽ മാത്രമേ ഉസൈൻ ബോൾട്ടിന് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരാരും ആ 8 പേരും പങ്കുചേരത്തില്ലെന്നുണ്ടെങ്കിൽ വിജയം എവിടെ പോയി? അങ്ങനെയാണ് വിജയങ്ങളെ അപ്പോൾ അങ്ങനെയാണ് വിജയങ്ങളെ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരുടെ ചോരയും നീരുമാണ് ഒരാളുടെ വിജയം എന്നറിയാം. അപ്പോൾ ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഞാൻ ഈ മണ്ടൻ എന്ന് പറയുന്ന മാറ്റാൻ താല്പര്യം. ഇല്ല, അത് മര്യാദ കെട്ടവനെന്നാണ് അത് യഥാർത്ഥത്തിൽ പറയുന്നത്. മണ്ടൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിടത്തില്ല. അത് ഞാൻ വിടത്തില്ല. കാര്യമുണ്ട്. മണ്ടൻ ഇന്ന് തൊട്ട് മര്യാദ കെട്ടണം എന്നുള്ള അർത്ഥമുണ്ട്. അത്രേ ഉള്ളൂ.